എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യത്തിന് 70 വയസ്സായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യം അത് ശരിക്കും യഥാർത്ഥ ജനാധിപത്യമാണെന്ന് പറയണമെങ്കിൽ എല്ലാവിധ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളുന്ന, അതിനും കൂടി ഇടം നൽകുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ശരിക്കും അത് ജനാധിപത്യമാവുള്ളൂ എന്നുള്ളതാണ്. എല്ലാത്തരം വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ, വിവിധ ലിംഗവിഭാഗങ്ങൾ, വിവിധ ലൈംഗിക തെരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചവർ, വിവിധ തൊഴിലുകൾ ചെയ്യുന്നവർ, വിവിധ രാഷ്ട്രീയ വിഭാഗങ്ങൾ, വിവിധ ദേശക്കാർ, എല്ലാവർക്കും തുല്യ സാധ്യതയുള്ള, തുല്യ സ്വീകാര്യതയുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ തുറസ്സാണ് ഇന്ത്യ ആയിത്തീരേണ്ടത്. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പോരാട്ടങ്ങളുടെ വഴിയിലാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം ഇന്ന്. ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയ സ്വപ്നത്തിലേക്കുള്ള മഹത്തായൊരു ചുവടുവയ്പ്പായിരുന്നു 2018 സെപ്റ്റംബർ 6 സംഭവിച്ചത്. ഇന്ത്യൻ സുപ്രീം കോടതി IPC സെക്ഷൻ 377 പ്രായപൂർത്തിയായവർ തമ്മിലുള്ളതും ഉഭയസമ്മത പ്രകാരമുള്ളതുമായ സ്വർഗ ലൈംഗികത കുറ്റകരമല്ലാതാക്കി എന്നുള്ളതാണ് ആ ദിവസത്തിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയാം. സെക്ഷൻ 497 റദ്ദാക്കി അതേപോലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് അപ്സര റെഡ്ഡി മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയത്. അതേപോലെ ശീതൽ ശ്യാമിനെ പോലുള്ള ആളുകൾ നമ്മുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗങ്ങളായത്. DYFI തുടങ്ങിയ യുവജന സംഘടനകൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് യൂണിറ്റുകളും മെമ്പർഷിപ്പുകളും നൽകിയത്. ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഒരു ജനാധിപത്യ തുറസ്സിലേക്കുള്ള നമ്മുടെ യാത്രയിലെ പ്രധാനപ്പെട്ട ഓരോ സന്ദർഭങ്ങളാണെന്ന് പറയാം. അപ്പോൾ ഈ രീതിയിൽ, ഈ സന്ദർഭത്തിലാണ് ഇവിടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഒത്തുചേർന്ന് ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുന്നത്. ക്വേറള എന്ന് പറയുന്ന ക്വയർ കേരള ഗ്രൂപ്പിൻ്റെ സ്ഥാപക അംഗം ജിജ കുര്യാക്കോസ് ആണ് നമ്മുടെ കൂടെയുള്ള. അദ്ദേഹം LGBTIQ ആക്ടിവിസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ലേഖനങ്ങളിലൂടെയൊക്കെ പരിചയമുണ്ട്. സെക്ഷൽ മൈനോറിറ്റീസ് ഫോറം സ്ഥാപക അംഗം, കേരള പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഒക്കെ ആയിട്ടുള്ള ശീതൽ ശ്യാം നിരവധി വേദികളിൽ കോഴിക്കോടും അതേപോലെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ശീതൽ ശ്യാം നമ്മുടെ കൂടെയുണ്ട്. ഈ മേഖലയെപ്പറ്റി അക്കാദമികമായ നിരവധി പഠനങ്ങൾ നടത്തിയ ഡോക്ടർ ബിജു വിൻസെൻറ്റ് നമ്മുടെ കൂടെയുണ്ട്. ക്യൂർ പേഴ്സൺ അവാർഡ് 2018 നേടിയ മുഹമ്മദ് ഉനൈസ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ ഇവിടെ എത്തുകൂടി ഈ ആളുകളെ കേൾക്കാൻ വേണ്ടി, ഞങ്ങളെ കേൾക്കാൻ വേണ്ടി എത്തുകൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം ആരംഭിക്കാം. മാത്രമല്ല KLF വളരെ ഉചിതമായ ഇങ്ങനൊരു വിഷയം ചർച്ചയ്ക്കെടുത്തതിൽ KLFൻ്റെ പ്രവർത്തകരെയും അതിനുവേണ്ടി ഇത്രയും ആളുകൾ ഒന്നിച്ചുകൂടി ഈ വിഷയത്തിന് നൽകിയ സപ്പോർട്ടിന് ഇവിടെ എത്തിക്കൂടി എല്ലാവർക്കും, ഒന്ന് ചേർന്ന എല്ലാവർക്കും അങ്ങേയറ്റം സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിലേക്ക് ആരംഭിക്കുകയാണ്. ആദ്യമായി ജിജോ കുര്യാക്കോസിനോടാണ് ചോദ്യം. ജിജോ നിരവധി ലേഖനങ്ങളിലൂടെയും സൈബർ സ്പേസിലെ ഇടപെടലുകളിലൂടെയൊക്കെ നമുക്ക് ഈ വിഷയം അറിയാം. അദ്ദേഹം ക്വേറളയുടെ സ്ഥാപക അംഗം കൂടിയാണ്. അപ്പോൾ എന്താണ് LGBTIQ? അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിശദീകരണം ഇവിടെ ആളുകൾക്ക് വേണ്ടി പറഞ്ഞു. നിങ്ങൾക്ക് പലർക്കും അറിയും, എന്നാലും അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനും ആക്ടിവിസ്റ്റിൻ്റെ വായിൽ നിന്ന് അത് കേൾക്കുന്നതിന് വ്യത്യാസമുണ്ട്. ഒപ്പം തന്നെ ലൈംഗിക തെരഞ്ഞെടുപ്പുകൾ ഒക്കെ എങ്ങനെയാണ് കുറ്റകൃത്യമാവുന്നത്, ആ അന്തരീക്ഷത്തെക്കുറിച്ചൊരു ജിജോ വിശദീകരിച്ചോണ്ട് നമുക്ക് ഈ സംവാദം ആരംഭിക്കാം. നന്ദി ടീച്ചർ. കോഴിക്കോടിന് ഒരു ശുഭസായനം ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയെക്കുറിച്ച് ടീച്ചർ സൂചിപ്പിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 6 വന്ന ആ വിധിയോടനുബന്ധിച്ച് നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഏറ്റവും അധികം ഉപയോഗിച്ചൊരു ശീർഷകം എന്ന് പറഞ്ഞത് സ്വർഗരീതി ക്രിമിനൽ കുറ്റം അല്ലാതാക്കി, അല്ലെങ്കിൽ ഗേ സെക്സ് ഡീക്രിമിനലൈസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അത് മാത്രമല്ല ആ വിധിയുടെ ഒരു പശ്ചാത്തലം. 493 പേജുകളുള്ള വളരെ വിശാലമായ വിധിയിൽ ഈ വൈവിധ്യം എന്നതിൻ്റെ ഒരു വിശാല തലം, വൈവിധ്യത്തെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാർ അഭിമാനിക്കുമ്പോൾ ഈ വൈവിധ്യം എന്ന ആ ശ്രേണിയിലേക്ക് ജെൻഡറിൻ്റെയും ലൈംഗികതയുടെയും വൈവിധ്യം കൂടി ഉൾക്കൊള്ളണം എന്നൊരു വളരെ ശ്രദ്ധേയമായൊരു സന്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചരിത്രപരമായ ഇത്ര ഇടപെടൽ നടത്തുമ്പോൾ നമ്മൾ അതിര് കവിഞ്ഞ് ആ ഇടപെടൽ നടത്തിയ ആളെ അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സുപ്രീം കോടതി അഭിനന്ദിക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ്. KLFനെ അഭിനന്ദിക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ്. LGBT വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്താൽ അത് അഭിനന്ദിക്കേണ്ട ആവശ്യമാണ്. DYFI ചെയ്താൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതൊരു കാലഘട്ടത്തിന് അനിവാര്യതയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് ലൈംഗിക ഉന്മേഷണം നടത്തുന്ന ഇടപെടലുകൾക്കാണ് കൂടുതൽ അഭിനന്ദനം വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടീച്ചർ ചോദിച്ചൊരു കാര്യമുണ്ട്.
ഈ LGBT എന്നതിൻ്റെ ഇപ്പം LGBT എന്നത് ഒരുപക്ഷെ സെക്ഷൽ ഓറിയൻറ്റേഷനും ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട വൈവിധ്യങ്ങളുടെ ഒരു അക്രോണിംഗ് മാത്രമാണ്. നമ്മളതിനെ LGBTIQ+ എന്ന് പറയുന്നു. ഇപ്പം പലതരത്തിലുള്ള സെക്ഷൽ ഓറിയൻറ്റേഷനുകളുണ്ട്. ഹെട്രോനോർമേറ്റീവ് അല്ലാത്ത ഓറിയൻറ്റേഷനിൽ ഒന്ന് മാത്രമാണ് സ്വർഗ്ഗലൈംഗികത. അതോടൊപ്പം ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളും എസെക്ഷൽ ആളുകളും പാൻസെക്ഷൽ ആളുകളും ജെൻഡർ വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ്ജെൻഡർ ആളുകളും ജെൻഡർ ക്യൂർ ആളുകളും നോൺ ബൈനറി ആളുകളും ജെൻഡർ നോൺ കൺഫേമിംഗ് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വൈവിധ്യത്തിൻ്റെ ശ്രേണി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യാൻ എന്തെങ്കിലും ഒരു പദം ആവശ്യമുണ്ടോ എന്നൊരു അന്തർദേശീയ ചിന്ത വരികയും അതിനുവേണ്ടി ഐക്യരാഷ്ട്രസഭ ഒരു നിർദ്ദേശം, അതൊരു കാതലായ നിർദ്ദേശമല്ല, പൂർത്തിയായ ഒരു നിർദ്ദേശമല്ല, LGBT എന്നതിന് പകരം കൂടുതലായിട്ട് സോജി എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. സെക്ഷൽ ഓറിയൻറ്റേഷൻ ജെൻഡർ ഐഡൻറ്റിറ്റി. ഭാവിയിൽ പുതിയ എന്തെങ്കിലും ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി ഒരു വ്യക്തി പുറത്തു വരികയാണെങ്കിൽ അവരെ കൂടെ ഉൾക്കൊള്ളിക്കേണ്ട ഒരു അംബ്രല്ല ആയിട്ട് സോജി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ സോജിയെക്കുറിച്ചുള്ള ഒരു പരാമർശം സുപ്രീം കോടതിയിലെ വിധിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സ്വവർഗരതി ക്രിമിനൽ കുറ്റം അല്ലാതാക്കി. അത് മാത്രമല്ല, നമ്മളൊക്കെ നമ്മുടെ കൗമാരത്തിൽ പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് വരും. പ്രണയം ഒരു കുറ്റമാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ വിധിയുടെ യഥാർത്ഥ ഒരു സാമൂഹിക ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം കേരളത്തിൽ 2 പെൺകുട്ടികൾ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ധാരാളം എതിർപ്പ് നേരിടുകയും ആ ഒരു പെൺകുട്ടിയെ മാനസികാരോഗ്യ ആശുപത്രിയിലാക്കുകയും ആ പെൺകുട്ടികൾ അവിടുന്ന് എങ്ങനെയോ ലോക്കൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ വരികയും നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാമെന്ന് കഴിഞ്ഞ നവംബറിൽ ഒരു പ്രസ്താവന കോടതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ലോക്കൽ മജിസ്ട്രേറ്റ് കോർട്ടെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞത് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ അവരെ നിർബന്ധിച്ച് വീട്ടിൽ അടിച്ചിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിധി വരുന്നത്. ഇവർ നേരെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. അപ്പം നമ്മുടെ ഹൈക്കോടതി ഒരുപക്ഷെ ഇന്ത്യയിൽ 377 വന്നതിന് ശേഷം ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ അന്തർദേശീയത്തിൽ കിട്ടിയെങ്കിലും നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കാതെ പോയ ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട സ്ത്രീകൾ നടത്തിയ വളരെ രാഷ്ട്രീയമായ ഇടപെടലായിരുന്നു ഹേബിയസ് കോർപ്പസ് എന്നൊരു ആയുധം, ഒരു ലീഗൽ ടൂൾ ഉപയോഗിച്ച് ഒരു ഇഷ്ടമുള്ള പങ്കളോട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി 2 പെൺകുട്ടികളോട് ചോദിച്ചു, ഇഷ്ടമാണോ സമ്മതമാണോ, അത്രേ ചോദിച്ചുള്ളൂ. ആ ഹൈക്കോടതിയുടെ വിധിയിൽ സുപ്രീം കോടതി വിധി കോട്ട് ചെയ്തു. അപ്പം ഈ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ പ്രണയം ഒരു മനുഷ്യാവകാശ വിഷയമാണ്. ഒരു പക്ഷേ മാതൃഭൂമി കിഷോർ കുമാറിൻ്റെ ലേഖനത്തെക്കുറിച്ചൊരു മാനിഫെസ്റ്റോ ആയിട്ടൊരു ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ തലക്കെട്ട് തന്നെ പ്രണയം ഒരു മനുഷ്യാവകാശമാണ്. അപ്പം ലൈംഗിക ന്യൂനപക്ഷങ്ങളുടേത് ഒരു മനുഷ്യാവകാശ വിഷയം കൂടിയാണ്. സുപ്രീം കോടതി ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പം രതി ക്രിമിനൽ കുറ്റം അല്ലാതാക്കുന്ന കാര്യം മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞത്. അപ്പം മനുഷ്യാവകാശത്തിന് പല തലങ്ങളുണ്ട്. ഇപ്പം കേരളത്തിൽ മനുഷ്യാവകാശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും നടക്കുന്ന ചർച്ചകൾ വിപുലീകരിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും വരേണ്ട 2 സത്വങ്ങളാണ് ജെൻഡറും സെക്ഷൽ ഓറിയൻറ്റേഷനും. ഒരു അന്തർദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ 1 നൂറ്റാണ്ടിൻ്റെ ചരിത്രവും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് ഒരു 3.5-4 ദശകത്തിൻ്റെ ചരിത്രവും കേരള പശ്ചാത്തലത്തിൽ നോക്കുകയാണ് ഏകദേശം 2-2.5 ദശകത്തിൻ്റെ ചരിത്രമുള്ള ഒരു പക്ഷേ താരതമ്യേന നൂതനമായ ഒരു മനുഷ്യാവശ്യ വിഷയമാണ് LGBT കമ്മ്യൂണിറ്റിയുടേത്. അതുകൊണ്ട് നമുക്ക് 100 വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇവിടെ നടത്തുന്ന ഓരോ ഇടപെടലും അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ഇപ്പം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അത് മെയിൽ ഫീമെയിൽ ഇൻ്റർസെക്സ് ആളുകളും ജെൻഡറിൻ്റെ ഡൈവേഴ്സിറ്റിയിൽ മാൻ വിമൺ ജെൻഡർ നോൺ കൺഫേമിംഗ് ട്രാൻസ്ജെൻഡർ ആളുകളും സെക്ഷുവാലിറ്റി ഡൈവേഴ്സിറ്റിയും വരുന്നുണ്ട്. അപ്പം ആരാണ് പ്രത്യുൽപാദനപരമല്ലാത്ത ലൈംഗിക വിനിമയം ക്രിമിനൽ കുറ്റമാക്കണമെന്ന് തീരുമാനിച്ചത്? ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ ഭാഗമാണ് മെക്കാളെ എഴുതിയ സാധനം. കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ വിട്ടുപോയപ്പോൾ ഇന്ത്യയിൽ നമ്മൾ സംസ്കാരം ഹിന്ദു മിതോളജിയെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രം ഒരു നിലപാടെടുക്കാതെ പോയത്? എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഒരു നിലപാടെടുക്കാതെ പോയത്? ലൈംഗിക ന്യൂനപക്ഷങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ പോയത്, വേറെ ആരുമല്ല. സുപ്രീം കോടതി കാലത്ത് അത് എത്രയോ വർഷത്തിന്റെ പഠനത്തിന് ശേഷം, ഈ പഠനം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പെട്ടെന്നൊരു ദിവസം, വളരെ വിചിത്രമായൊരു കാര്യമാണ്, 2013 സുപ്രീം കോടതിയുടെ തന്നെ ഒരു 2-അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു 377 എന്നുള്ള ഭരണഘടനാ വിരുദ്ധമല്ല. ഇതേ സുപ്രീം കോടതി തന്നെ വേറൊരു 5-അംഗ ഭരണഘടന ബെഞ്ചാണ് നിരീക്ഷിച്ചത് 377 ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മുടെ ഭരണഘടനയിൽ വിവേചനം വരുത്താത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മതത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല, സെക്സിൻ്റെ പേരിൽ വിവേചനം പാടില്ല, ജാതിയുടെ പേരിൽ വിവേചനം പാടില്ല. അപ്പോൾ ഭരണഘടനയിൽ നേരിട്ട് പരാമർശിക്കാത്ത 2 കാര്യങ്ങളാണ് ജെൻഡറും സെക്ഷൽ ഓറിയൻറ്റേഷനും അല്ലെ സെക്ഷുവാലിറ്റിയും. പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ പ്രത്യേകത നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകൾ, നമുക്ക് ലഭ്യമായിട്ടുള്ള നിയമ സാധ്യതകൾ എങ്ങനെ വിപുലീകരിക്കാം, എങ്ങനെ പുനർവായന നടത്താമെന്ന നിരീക്ഷണത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ആൾക്കാരുടെ ജെൻഡർ ഐഡന്റിറ്റി അംഗീകരിച്ചുകൊണ്ട് നാൽസാഡ് ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ അതിൽ ഏറ്റവും രസകരമായിട്ട് വന്നത് ഈ സെക്സ് എന്ന് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു വിപുലീകരണമായിട്ട് ജെൻഡറിനെ കാണണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇതേ സുപ്രീം കോടതിയുടെ പുതിയൊരു ബെഞ്ചാണ് നിരീക്ഷിച്ചത് സെക്സ് ജെൻഡർ എന്നതിൻ്റെ വ്യാപ്തിയിലേക്ക് സെക്ഷൽ ഓറിയൻറ്റേഷനും ഉൾപ്പെടും എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും മനുഷ്യാവകാശത്തെക്കുറിച്ചും സെക്സിനെക്കുറിച്ചും ജെൻഡറിനെക്കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വിപുലീകരിക്കണം എന്നുകൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞത്.
അത് കേവലം സ്വർഗരീതി ക്രിമിനൽ കുറ്റം അല്ലാതാക്കുന്ന ഒരു കാര്യം മാത്രമല്ലായിരുന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ വിട്ടുപോയൊരു കാര്യം. കൂടുതൽ ബാക്കിയുള്ളവർ സംസാരിക്കും. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടലുകൾ വളരെ സജീവമായിട്ടും കൂടുതൽ കാര്യക്ഷമമായിട്ടും നടക്കുന്നുണ്ട്. പക്ഷേ ഇനിയും വിപുലകരമായിരിക്കുന്നു. ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്ന ഇടങ്ങൾ, അത് വിദ്യാഭ്യാസ ഇടമായിക്കോട്ടെ, ഗാർഹിക ഇടമായിക്കോട്ടെ, തൊഴിലിടങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെയും ഈ വിഷയം കടന്നു വരണം. ഈ രണ്ട് വ്യക്തികൾ പ്രണയിക്കുമ്പോൾ ആ പ്രണയം ഹെട്രോനോർമേറ്റീവ് ആയിരിക്കുകയും അത് വൈവാഹികത്തിൽ വിവാഹബന്ധത്തിൽ കലാശിക്കുകയും പ്രത്യുൽപാദനപരമായിരിക്കുകയും ചെയ്യണം. ഇതിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട്. ഇതിനെതിരെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കേണ്ട ആഗ്രഹമുള്ളവരായിരിക്കാം. പക്ഷേ ഹെട്രോനോർമേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ ഫെമിനിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആണധികാരത്തെയാണ്, അല്ലെങ്കിൽ നമ്മൾ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യുന്നു. ഞാൻ ഉൾപ്പെടുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം ലൈംഗിക ന്യൂനപക്ഷങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ഹെട്രോനോർമേറ്റീവിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. സിസ്ജെൻഡർ പുരുഷനും സിസ്ജെൻഡർ സ്ത്രീയും മാത്രം അടങ്ങുന്നതല്ല പ്രണയം. ആർക്കും ആരെയും പ്രണയിക്കാം. ഇഷ്ടമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. പ്രായപൂർത്തിയാണോ സമ്മതമാണോ എന്നുള്ള വിഷയം മാത്രം നോക്കിയാൽ മതി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എനിക്കൊരു പങ്കാളിയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാമൂഹിക സാഹചര്യമില്ല. സമൂഹം മൊത്തം ഹെട്രോനോർമേറ്റീവ് ആണ്. അവിടെ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് എങ്ങനെ നിലനിൽക്കാം? അവരുടെ പ്രണയവും അവരുടെ വൈഷമ്യങ്ങളും അതുമൂലം അവർ ആത്മഹത്യ വരെ എത്തേണ്ട തലങ്ങളും അതുപോലും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും വീട്ടിൽ നിന്ന് പുറത്താകേണ്ട അവസ്ഥകളും ഇതെല്ലാം ചർച്ച ചെയ്യണം. ഇത് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ പഠനം നടത്താറുണ്ട്. ഒരാൾ കവിത എഴുതുന്നു, വേറൊരാൾ ഹ്രസ്വചിത്രം എഴുതുന്നു, ഡോക്യുമെൻ്ററി എടുക്കുന്നു, അതിന് ദേശീയ അന്തർദേശീയ അവാർഡ് കിട്ടുന്നു, പ്രശംസ മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വലിയ മാറ്റവും ലഘൂകരണമൊന്നും കേരളത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും ഇടപെടലും നടത്താൻ ലൈംഗിക ന്യൂനപക്ഷത്തിൽ പെട്ട ആളുകൾ തന്നെ കൂടുതലായിട്ട് മുന്നോട്ട് വരേണ്ട ഒരു സ്ഥിതി സംജാതമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആളിലേക്ക്. നന്ദി, നമസ്കാരം. അടുത്ത നമ്മുടെ കൂടെയുള്ള ഏറ്റവും ചെറിയ കുട്ടി മുഹമ്മദ് ഉനൈസ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ്. ഉനൈസ് ഒരു ക്വിയർ മുസ്ലിം എന്നാണ് സ്വയം അടയാളപ്പെടുത്തുന്നത്. അപ്പം സ്വതേ മതവിശ്വാസവും സ്വർഗലൈംഗികതയും പരസ്പരം പൊരുത്തപ്പെടാറില്ല എന്നാണ് ഒരു പൊതുവിശ്വാസം. എങ്ങനെയാണ് ഒരു മതവിശ്വാസിയായി മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ തൻ്റെ ലൈംഗിക തിരഞ്ഞെടുപ്പ് സധീരം മുന്നോട്ട് കൊണ്ടുവന്ന് അതിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു പുറമേ വിരുദ്ധമെന്ന് തോന്നുന്ന കാര്യം അദ്ദേഹം എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ഒത്തുകൊണ്ടു പോകുന്നത് എന്നറിയാനാണ് നമ്മുടെ കൗതുകം. എല്ലാവർക്കും നമസ്കാരം. ഞാനെന്നെ ആദ്യമായി പരിചയപ്പെടുത്താൻ, ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഈ ഒരു പാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സ്വർഗപ്രണയിയാണ്, വിശ്വാസിയാണ്, പ്രാക്ടീസിങ് മുസ്ലിമാണ്. ഓക്കെ, ഇനി കോൺഫ്ലിക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ LGBTIQ ആയിട്ടുള്ള അതോടൊപ്പം തന്നെ മുസ്ലിം വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും ആ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ അതിസങ്കീർണമായ ഒരു അവസ്ഥയാണ്. ആ ഒരു വ്യക്തിയിൽ നിരന്തരം സംഘർഷങ്ങളുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ള ഒരു സംഘർഷങ്ങളുണ്ട്. ഏതൊരു വ്യക്തിയും, ഏതൊരു ക്യൂർ മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ അവൻ്റെ ലൈംഗികതയെ സംബന്ധിച്ച് അവന് വ്യക്തമായ ബോധ്യവും ഉണ്ട്. മറ്റാർക്കും കാണില്ല. മറ്റുള്ളവരുടെ ധാരണയെന്ന് വെച്ചാൽ ഏതോ ഒരു രാവിലെ ഉറക്കം എണീറ്റപ്പം ചായ കോഫി വേണോ എന്ന പോലെ തിരഞ്ഞെടുത്ത ഒന്നാണെന്നാണ് പൊതുവെ മറ്റുള്ളവരുടെ ധാരണ. എന്നാൽ LGBTIQ ആയ ഒരു വ്യക്തിക്ക് വ്യക്തമായ ബോധ്യവും ഉണ്ട്. ഇത് തൻ്റെ ജനിതകപരമായ തീരുമാനമാണെന്നും തലച്ചോറിൻ്റെ തീരുമാനമാണെന്നും ശാസ്ത്രീയ അടിത്തറ ഉള്ളതാണെന്നും ലോകാരോഗ്യ സംഘടന, മറ്റ് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, ഇതിൻ്റെ ഇവരെല്ലാവരും തന്നെ പറയുന്നത് ഇതിന് ശാസ്ത്രീയ അടിത്തറ ഉള്ളതാണ്. ഭിന്നവർഗ ലൈംഗികത പോലെ തന്നെ സ്വാഭാവികമാണ് സ്വവർഗ ലൈംഗികത എന്ന ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് അവൻ്റെ ലൈംഗികത മനസ്സിലാവുന്നു. പക്ഷേ വിശ്വാസം എന്നത് നമ്മൾ ജനിച്ചു വീഴുമ്പം തലച്ചോറിൻ്റെ തീരുമാനമൊന്നുമല്ല വിശ്വാസം. അത് നമ്മളെ ശീലിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ പെടുമ്പോൾ സാധാരണ ക്യൂർ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മതവിശ്വാസം ദുർബലമാകാൻ സാധ്യതയുണ്ട്. ഞാനൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു ദുർബലമായ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പിന്നീട് കരകയറിയത് ചില സുഹൃത്തുക്കൾ മുസ്ലിം അപരവൽക്കരണത്തെ ഗൗരവമായി കാണുന്ന, അതോടൊപ്പം തന്നെ LGBTIQ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന അലൈസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്, കേന്ദ്ര സർവകലാശാലകളിലൊക്കെ പഠിക്കുന്ന. അപ്പോൾ
അവരിൽ നിന്നുള്ള ഒരു ബന്ധം, അവരുമായിട്ടുള്ള ഒരു ചർച്ചയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇസ്ലാമിൽ സ്ത്രീപക്ഷ വായന ഉണ്ടെന്നും ക്യൂർ ഇസ്ലാമിക് LGBTIQ ഇൻക്ലൂസീവായിട്ടുള്ള റീഡിങ്സ് ഇസ്ലാമിൽ ഉണ്ടെന്നും എനിക്ക് മനസ്സിലാവുന്നത്. ആമിന വദൂദിനെ പോലെ, ഫാത്തിമ മിർനസിയെ പോലുള്ള, സ്കൂട്ട് ഗൂഗിളിനെ പോലുള്ള അങ്ങനെ ഇസ്ലാമിക് ആയിട്ടുള്ള മാറ്റി നിർത്തപ്പെടുന്ന, അതായത് മൈനോറിറ്റീസിൻ്റെ ഒരു സ്ത്രീപക്ഷ ക്യൂർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള വായന ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു ക്യൂർ മുസ്ലിം ആയതിൽ എനിക്ക് കൂടുതൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പടച്ചവനെ കൂടുതൽ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അവൻ്റെ പടച്ചവൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനൊരു സ്വർഗ്ഗപ്രണയി ആയതുകൊണ്ടാണ്. എനിക്കതിലൊരു കുറ്റബോധമില്ല. പിന്നീട് ഇങ്ങനെ നിരന്തരം തൻ്റെ ലൈംഗികതയും തൻ്റെ വിശ്വാസമായിട്ട് പൊരുതുന്ന മുസ്ലിം സമൂഹത്തോട്, മുസ്ലിം LGBTIQനോട്, അതോടൊപ്പം തന്നെ പൊതുബോധത്തോട് നിരന്തരം പൊരുതി ജീവിക്കുന്ന LGBTIQ സമൂഹത്തോട്, ഇവിടുത്തെ മുസ്ലിം സമൂഹം, മുസ്ലിം സംഘടനകൾ എന്താണ് ചെയ്യുന്നത്, നാളിതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഒരു പക്ഷത്ത് അവർ പറയുന്നത് ന്യൂനപക്ഷ രാഷ്ട്രീയവും, അതോടൊപ്പം തന്നെ മറ്റൊരു സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന LGBTQ സമൂഹത്തിനെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നിരന്തരം വേട്ടയാടുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ അവർ റദ്ദ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് കാർക്കശ്യത്തോടു കൂടി തന്നെ പറയുകയാണ്, ഞങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, അവരുടെ കീഴിലുള്ള സംഘടനകൾ SIO ആയിട്ടെ, ഫ്രട്ടേണിറ്റി ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ക്യാമ്പസ് ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഞങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ, ഹിംസ അവസാനിപ്പിക്കണം, നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തിലെ മറ്റൊരു ന്യൂനപക്ഷമായി ഇനിയും മുന്നോട്ട് പോകാൻ, ഒതുങ്ങിക്കൂടാൻ ഞങ്ങൾക്ക് പറ്റില്ല. നന്ദി. ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം ശീതൽ ശ്യാമിനോടാണ്. ക്യൂർ റൈറ്റ്സിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് LGBTIQ+ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ സവിശേഷ അവകാശങ്ങൾ? രണ്ടാമത്, ഈ അവകാശങ്ങൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ ആ അവകാശങ്ങൾ അവർക്ക് ലഭ്യമാണ്? മാധ്യമ ചിത്രീകരണങ്ങളിലും സിനിമകളിലൊക്കെ ഇത് എത്രമാത്രം ലംഘിക്കപ്പെടുന്നുണ്ട്? ഇപ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീകൾക്ക് അടി കിട്ടുന്ന ഒരു രംഗം കാണുമ്പോൾ എനിക്ക് വലിയ അപമാനം ഫീൽ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വത്വസ്ഥാനത്ത് നിന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന സിനിമകൾ കാണുമ്പോൾ, മാധ്യമ ഉള്ളടക്കങ്ങൾ കാണുമ്പോഴൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന അവകാശ ലംഘനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ 2016 തോന്നുന്നു നമ്മൾ ക്യൂർ പ്രൈഡ് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് നമ്മൾ ടാഗോർ ഹാളിലേക്ക് വാക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മഴ നനഞ്ഞിട്ടാണ് ആ വാക്കിംഗ് ചെയ്യുന്നത്. പ്രൈഡ് പരേഡാണ്. സാധാരണ നമ്മൾ പ്രൈഡ് നടത്തുന്നത് മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളോ മതസംഘടനകളോ നടത്തുന്ന പോലെയുള്ള മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ അങ്ങനെ റോഡിലെ സാധനങ്ങൾ നശിപ്പിച്ചോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഗവൺമെൻറ്റിനെ പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല നമ്മൾ പോകുന്നത്. നമ്മൾ വളരെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് പ്രൈഡ് കൊണ്ടാടുന്നത്. വളരെ വർണ്ണവൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വ്യത്യസ്തതകളുള്ള ഒരു ആഘോഷമാണ് പ്രൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഘോഷത്തിനോടൊപ്പം തന്നെ നമ്മൾ വാക്ക് ചെയ്തുകൊണ്ട് ടാഗോർ ഹാളിൽ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കുറേ പേര് അവിടെ ഉണ്ട്. പക്ഷേ ഒരുപാട് പുരുഷന്മാർ അവിടെ വരികയാണ്. ആ ഒരു ടാഗോർ ഹാളിൻ്റെ ഉള്ളിൽ വന്നിട്ട് കണ്ണി കണ്ടവരെയൊക്കെ കയറി പിടിക്കുകയാണ്. അത് സ്ത്രീയാണോ, ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ, ലെസ്ബിയൻ ആണോ എന്നൊന്നുമില്ല. കുറേ പുരുഷന്മാർ വന്നിട്ട് അങ്ങോട്ട് നമ്മളെ പിടിക്കുക, വലിക്കുക, വളരെ മോശം കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ തൊടുക. ഇത് പറയാൻ ചെന്നത് നമ്മൾ പോലീസിനോടാണ്. പോലീസ് നമ്മളോട് അപ്പോൾ പറയാണ്, നിങ്ങളൊക്കെ ആ ഹാള് പോയി വാതിലടയ്ക്കൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത്.
എനിക്ക് വളരെ എന്താ പറയാ സങ്കടവും അതിലേറെ എന്താ പറയാ നമ്മള് സ്വന്തമായി ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അതൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരു ദിവസമെങ്കിലും ആഘോഷിക്കാനുള്ള അവകാശം അവിടെയുണ്ട്. അവിടെ അന്നേ ദിവസം ഞാൻ പൊതു സമൂഹത്തിന്റെ മധ്യത്തില് ഞാൻ വളരെ സെക്ഷലി ഫസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ മാസ്കുലിൻ പേഴ്സന്റെ മുമ്പിൽ അപമാനിക്കപ്പെടുകയാണ്. അതിന് എനിക്ക് തുണ തരേണ്ട അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ തരേണ്ട പോലീസ് പറയാണ് നിങ്ങൾ മാറി നിൽക്കൂ, ഞങ്ങൾക്ക് അവരെ തടയാൻ കഴിയില്ല എന്ന്. ആ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അതിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. 2016 നിന്ന് 2019 എത്തി നിൽക്കുമ്പോൾ ഇപ്പൊ 2 വർഷമായിട്ട് ഈ KLF ഈ വിഷയമായ സെഷൻ ഉണ്ട്. ഇന്ന് എത്തി നിൽക്കുമ്പോൾ പോലും വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. കാരണം കേൾവിക്കാരൊക്കെ ഏകദേശം ഇതേ ആൾക്കാർ തന്നെയാണ് എല്ലാ വർഷവും വരുന്നത്. സാധാരണ ആൾക്കാരൊന്നും കാണപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വലുതൊന്നും എനിക്ക് പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതും, അതേസമയം ഞാൻ പഴയതിലും കൂടുതലായിട്ട് എൻ്റെ ശബ്ദത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് വളരെ ഉച്ചത്തിലാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ലൈഫ് ലോങ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ആരാണെന്ന് എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനൊരു വ്യത്യസ്ത ഉള്ളൊരു പേഴ്സൺ ആണെന്ന്. അതൊരു സ്ത്രീ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഒരു ക്യൂർ മുസ്ലിം വ്യക്തിയാണെങ്കിലും ഒരു ഗേൾ പേഴ്സൺ ആണെങ്കിലും ഒരു ഇന്റർസെക്സ് പേഴ്സൺ ആണെങ്കിലും ഒരു ട്രാൻസ്സെക്ഷൽ പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന LGBTIQA+ എന്ന് പറയുന്ന എല്ലാ വിഭാഗങ്ങളും സെക്സ് കാറ്റഗറിയിൽ വരുന്ന മെൻ, വ്യൂമൺ ആൻഡ് ഇന്റർസെക്സ് പേഴ്സൺ ആണെങ്കിലും ജെൻഡർ കാറ്റഗറിയിൽ വരുന്ന 45ഓളം ജെൻഡർ ഡൈവേഴ്സിറ്റി ഉള്ള ആൾക്കാരൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ മാസ്കുലിനിറ്റി, ആണത്വം എന്നുള്ളത് വളരെ പവർ, ആധികാരികത, ശക്തി, ഇതിനൊക്കെ വളരെ മുതൽക്കൂട്ടാവുന്ന ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് താഴെയാണ് ഫെമിനിറ്റി എന്ന് പറയുന്നതും സ്ത്രൈണത എന്ന് പറയുന്നത്. അതിനെ വളരെ മോശമാക്കി കാണുന്ന ഈ ഒരു സമൂഹത്തില് ഇന്ത്യയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത രാജ്യം എന്ന നിലയിൽ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവിടെ ഒരു ക്യൂർ ആയിട്ടുള്ള വ്യക്തിയുടെ അവകാശം എന്താണ്, ഒരു ഗേ പേഴ്സന്റെ വെൽഫെയർ എന്താണ്, ഒരു ട്രാൻസ് പേഴ്സന്റെ വെൽഫെയർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതും അതിനു വേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഒരു സമരമുറയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രാൻസ് വിസിബിലിറ്റിക്കും ഒരു ജെൻഡർ വിസിബിലിറ്റിക്കും കിട്ടുന്ന ഒരു സ്വീകാര്യത ലൈംഗികതയുമായി ബന്ധപ്പെട്ട്, സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക്, ഇപ്പോൾ ഒരു 2 ഗേ പേഴ്സൺ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പോലെ നമുക്ക് എത്ര വേദിയിൽ ഒരു ലെസ്ബിയൻ പേഴ്സണെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ വുമൺ ബോൺ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം കാണാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസ് വുമൺസിൻ്റെ അല്ലെങ്കിൽ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ് വുമൺസിന്റെ ഐഡന്റിറ്റി അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൽ എത്രത്തോളം ട്രാൻസ് മെൻസ്, ഫീമെയിൽ ടു മെയിൽ ട്രാൻസ് മെൻസിന്റെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, എക്സ്പ്രഷൻ, ഇതിനെയൊക്കെ തന്നെ അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ ക്യാമ്പസുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പെൺകുട്ടികളുടെ സമയം, സ്പേസ്, ഡ്രസ് കോഡ്, ഇതിലൊക്കെ തന്നെ വളരെ കൃത്യത പുലർത്തുന്ന ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എൻ്റെ സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ചും എൻ്റെ പ്രിഫറൻസിനും അട്രാക്ഷനും ചോയ്സിനും ഒക്കത്തിനെ കുറിച്ചും ഞാൻ എവിടെയാണ് സംസാരിക്കേണ്ടത്, ഞാൻ എവിടെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്, എൻ്റെ ഫാമിലി സിസ്റ്റത്തിൽ ഞാൻ എങ്ങനെയാണ് കമ്മിങ് ഔട്ട് നടത്തേണ്ടത്, ഞാൻ ആ ക്ലോസറ്റിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് വെളിയിലേക്ക് വരേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വളരെ ഭീകരത സൃഷ്ടിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. വളരെ ഫോഴ്സ്ഫുൾ മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവം, 2 ജീവിതങ്ങളെ തകർക്കുന്ന ഒരു സംഭവം വളരെ കൃത്യമായിട്ട്. അതിലുപരി മെഡിക്കൽ രംഗം വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മെന്റൽ ഷോക്ക് നൽകുന്ന ആരോഗ്യ രംഗത്തുള്ളവര്, ഹോർമോൺ ട്രീറ്റ്മെന്റ് നൽകുന്ന ആരോഗ്യ രംഗത്തുള്ളവര്, കൗൺസിലിംഗ് നൽകുന്ന, അതായത് വെറുതെ ലീഗലൈസ് അല്ലാത്ത കൗൺസിലിംഗ് നൽകുന്ന വളരെ
മോശമായിട്ടുള്ള ആൾക്കാരൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം. അതുപോലെ ഇന്റർസെക്സ് ആൾക്കാർക്ക് ജനിക്കാൻ പോലും അവകാശമില്ല എന്ന് പറഞ്ഞ് ഭ്രൂണത്തിൽ തന്നെ വെച്ച് കൊന്നുകളയുന്ന ഭ്രൂണഹത്യകൾ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളത് തന്നെയാണ്. അത് വെറും ചർച്ചയിലൂടെ മാത്രം സാധ്യമാവുന്ന ഒന്നല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഒരു ഫാമിലിക്കുള്ളിൽ അത് ഞാൻ പറയുന്ന ഈ ജെൻഡർ ബൈനറി വെച്ച് നമ്മൾ ഒരു ആണിനെയും പെണ്ണിനെയും എങ്ങനെയാണ് തരംതിരിക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ സമയമായിക്കോട്ടെ, ഇടമായിക്കോട്ടെ, ഡ്രീം ആയിക്കോട്ടെ, ചോയ്സ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, അവളുടെ പ്രണയം, വിവാഹം എല്ലാം തടയിടുന്ന മാതാപിതാക്കളുള്ള ഒരു സമൂഹത്തിൽ ഒരു ഗേ പേഴ്സണെ റെസ്പെക്ട് ചെയ്യാനും ഒരു ട്രാൻസ് പേഴ്സണെ റെസ്പെക്ട് ചെയ്യാനും ഒരു ഇന്റർസെക്സ് പേഴ്സണെ റെസ്പെക്ട് ചെയ്യാനും പറ്റുന്ന സാമൂഹ്യ സാഹചര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ മതസംഹിതകളോ മത ലീഡേഴ്സോ മത റിലീജിയസ് സ്പേസോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ സ്പേസ് ഒക്കെ തന്നെ നമുക്ക് എത്രത്തോളം. അതുകൊണ്ടാണ് നമ്മൾ മഹിളാ കോൺഗ്രസിന്റെ സ്ഥാനത്ത് അപ്സര റെഡ്ഡി വന്നത് നമ്മൾ കൊണ്ടാടുന്നത്. പക്ഷേ നമ്മൾ പല രാജ്യങ്ങളെ എടുത്തു നോക്കിയാൽ അവിടെ വളരെ കാലങ്ങളായിട്ട് അവിടെ പല സ്ഥലങ്ങളിലും മേയർ സ്ഥാനങ്ങളിലും പ്രസിഡന്റ് സ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗേ ഐഡന്റിറ്റി തുറന്നു പറയുന്ന ധാരാളം പ്രസിഡന്റുമാർ നമ്മുടെ പല രാജ്യങ്ങളിലുണ്ട്. പല മേയർമാരും പല രാജ്യങ്ങളിലുണ്ട്. പല ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലും ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് അവിടെ കൗൺസിലേഴ്സ് ആയിട്ടുള്ളത്. പല രാജ്യങ്ങളും എടുത്തു നോക്കിയാൽ അമേരിക്കൻ രാഷ്ട്രങ്ങളായിക്കോട്ടെ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പല രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ, യൂറോപ്യൻ ആയിക്കോട്ടെ, പല രാജ്യങ്ങളിലും ഇതുപോലെ വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവിടുത്തെ സമൂഹം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം IPC റദ്ദ് ചെയ്തുകൊണ്ട് സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് ഈ വിധി വന്ന ശേഷം മാധ്യമങ്ങൾ എഴുതിയത്, പല മാധ്യമങ്ങളും എഴുതിയത് നമ്മുടെ ഇന്ത്യ വളരെ താഴോട്ട് പോകുന്നു, നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തെ പുറകോട്ട് വലിക്കുന്നു എന്നൊക്കെ തന്നെയാണ് അവർ ഈ കാലഘട്ടത്തിലും എഴുതി, മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബഹുസ്വരതയെ, വ്യത്യസ്തതയെ അംഗീകരിച്ചിട്ടുള്ളൊരു രാജ്യമാണ്. നമ്മുടെ ഏത് ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും, ഉപനിഷത്തുക്കളായിക്കോട്ടെ, നമ്മുടെ ചരിത്ര പുസ്തകങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ ഇത്തരം ലൈംഗികതയെയും ജെൻഡറിനെയും ഒക്കെ വളരെ കൃത്യമായിട്ട് അംഗീകരിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു ഇന്ത്യയുടേത്. അതിനെയൊക്കെ തന്നെ തേച്ച് മാച്ചുകൊണ്ട് പല കാലഘട്ടത്തിലുള്ള ഒരു അധിനിവേശം ഒക്കെ തന്നെ അതിനെ മാച്ചു കളയുകയും നമ്മളുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്കാണ് വന്നത്. സിനിമയുടെ കാര്യം എനിക്ക് പറയാനായിട്ട്, ഓൾറെഡി നമ്മൾ സീരിയലിൽ കാണുന്ന വലിയൊരു മെജോറിറ്റി ആൾക്കാരാണ് അവിടെ സ്ത്രീ എന്നും തല്ലുകൊള്ളുന്നവളാണ്, പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ലാത്തവളാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയാന്നുള്ളത്. കാരണം സ്ത്രീക്ക് പോലും കൃത്യമായിട്ട് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, സ്ത്രീക്ക് കൃത്യമായിട്ട് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്തൊരു സ്ഥലമായിക്കൊണ്ട്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്. കാരണം അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ട്രാൻസ് വുമൺ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും എൻ്റെ ഒരു ബാധ്യതയാണ്. അതിനുശേഷം അതിനോടൊപ്പം തന്നെ എൻ്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിലിം മേക്കിംഗ് അതുപോലെ ഡോക്യുമെൻ്ററി മേക്കിംഗ് ഒക്കെ തന്നെ ഇപ്പോൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് പഴയതിനെ കുറിച്ച് പറയുന്നതിനോട് എനിക്ക് വളരെ വിയോജിപ്പുണ്ട്. പുതിയത് എന്താണ്, ഇപ്പോൾ പുതിയ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, പുതിയത് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ തന്നെ വളരെ കൃത്യതയായിട്ടാണ്. പക്ഷേ ഇതൊന്നും ഔദാര്യത്തിൻ്റെ ഭാഷയിൽ കാണരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ആരുടെ ഔദാര്യമല്ല. ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എനിക്ക് എൻ്റെ ലൈംഗികത തിരഞ്ഞെടുക്കാനും എൻ്റെ ലിംഗത്വം തിരഞ്ഞെടുക്കാനും എൻ്റെ മതത്തിൽ വിശ്വസിക്കാനും എൻ്റെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലോ, എൻ്റെ ഡ്രസ് കോഡ്, എൻ്റെ ട്രാവലിംഗ്, എൻ്റെ എക്സ്പ്രഷൻ എന്തായാലും അത് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉള്ള ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അത് ആരുടെ ഔദാര്യമല്ല, അതെൻ്റെ അവകാശമാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അടുത്തത് ബിജു വിൻസെന്റിനോടാണ്. അദ്ദേഹം ഈ മേഖലയുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങൾ നടത്തുകയും പല പഠനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തോടൊരു അക്കാദമിക് എന്ന രീതിയിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട അക്കാദമിക് പഠനങ്ങളുടെ നിരീക്ഷണം എന്താണ്, ചുരുക്കി പറയണം. രണ്ടാമത്, എന്താണ് LGBTIQ കമ്മ്യൂണിറ്റി കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? KLF-ന് ഒരു നന്ദി. ചോദിച്ച 2 ചോദ്യത്തിനും ഒരുപക്ഷെ ഒരു വലിയൊരു അർത്ഥത്തിൽ ഒരുമിച്ച് ഉത്തരം പറയാമെന്ന് തോന്നുന്നു.
ഇന്ന് ഇപ്പോൾ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെട്ട ഓരോ വ്യക്തികളുടെ ജീവിതം ഒരു പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ LGBTQ ആൾക്കാരെ മാറ്റി നിർത്തുന്നത് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ അടിസ്ഥാനപരമായി ഉറച്ചുപോയ ഒരു വിശ്വാസം, ലൈംഗികതയെ പറ്റിയുള്ള വിശ്വാസം ഒന്ന്. അതോടൊപ്പം നമ്മൾ സദാചാരത്തെക്കുറിച്ചുള്ള നമ്മുടെ സദാചാരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി, ഈ 2 കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് ഒരു പക്ഷേ ഹെട്രോനോർമറ്റീവിറ്റി, അതായത് ഭിന്ന ലൈംഗിക ബന്ധം പുലർത്തുന്നവരോട് അവർക്ക് മാത്രം സ്വീകാര്യമായ ഒരിടം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ചോദിച്ച ചോദ്യം, ഈ 2 കാരണത്തിലും വെച്ചുകൊണ്ട് നമുക്ക് 3 തലങ്ങളിൽ ഇതൊന്ന് വിശകലനം ചെയ്യാം. അതായത് ഇതെങ്ങനെയാണ് സ്റ്റേറ്റിൽ ലൈംഗികതയും സദാചാരവും സ്റ്റേറ്റിൻ്റെ പോളിസിയായിട്ട് മാറുന്നതെന്നും, അതുപോലെ സ്ട്രീറ്റ്, നമ്മുടെ തെരുവോരങ്ങളിൽ എങ്ങനെയാണ് ഈ ലൈംഗികതയും സദാചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബോധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും, ഇതെങ്ങനെയാണ് കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് ഇതിനെ പരിപോഷിപ്പിക്കുകയും നിലനിർത്തി പോരുന്നതുമായ വിശകലനം ചെയ്യുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വരും. ഒന്ന്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. നിലവിലുള്ളതാണ് നമ്മുടെ നിയമം, നിലനിൽക്കുന്നതാണ് നമ്മൾ അനുസരിക്കുന്നത്. പക്ഷേ ഈ നിലനിൽക്കുന്നത് കാലാകാലങ്ങളായി ചേർത്ത് വയ്ക്കപ്പെട്ടതാണ്, ഒരു പക്ഷേ ചിലത് മറച്ചു വയ്ക്കപ്പെട്ടതുമാണ്. ഇന്ന് 2018 377 എന്ന് പറഞ്ഞൊരു IPCയിലെ ഒരു സെക്ഷൻ ഇല്ലീഗലാണെന്നും അതിന് നിയമസാധുത ഇല്ലെന്നും സുപ്രീം കോടതി വിധിച്ചത്. പക്ഷേ ഈ 377 നമ്മുടെ നിയമസംഹിതയിലേക്ക് ചേർക്കപ്പെടുന്നത് 1863 അതിനു മുമ്പും അതിനുശേഷം എന്തായിരുന്നു? അതിനു മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ? ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇത് വളരെ രസകരമാണ് എങ്ങനെയാണ് സ്റ്റേറ്റിൽ ഈ നിയമം വന്നതെന്ന്. അതായത് ഒരു അഞ്ജലി അരോൺകറിൻ്റെ ഒരു ബുക്കിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു എത്നോഗ്രഫിയാണ്. അതിനകത്ത് പറയുന്നത് 1840കളിൽ ബ്രിട്ടീഷ് ഇൻഫൻട്രിയിൽ ജോയിൻ ചെയ്ത റിച്ചാർഡ് ബട്ടൺ, അത് ഒരു എഴുത്തുകാരനായും ട്രാവലോഗ് എഴുതുന്ന ആളായി മാറുന്നു. അയാളുടെ ഇതിനകത്ത് 1843 അയാളെ കറാച്ചിയിലേക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വിടുകയാണ്. കറാച്ചിയിലേക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ വിടുമ്പോൾ അവിടെ അയാൾ കണ്ടുന്ന പെഡറിസ്ട്രി എന്ന് പറഞ്ഞ ഒരു പാപം, ബ്രിട്ടീഷുകാർക്ക് അതൊരു പാപമായിരുന്നു. അതായത് മുതിർന്ന ആണിന് പ്രായം കുറഞ്ഞ ആണിനോട് തോന്നുന്ന അഭിനിവേശവും ലൈംഗിക ബന്ധങ്ങളും അവരത് പാപമായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ അത് കറാച്ചി എന്ന് പറയുമ്പോൾ കറാച്ചിയിൽ മാത്രം ഉണ്ടായിരുന്നില്ല, വീണ്ടും വരാം. അതുപോലെ തന്നെ 46 അയാളെ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് റിപ്പോർട്ട് എഴുതാൻ വിടുന്നു, ബംഗാൾ പ്രോവിൻസിലേക്ക് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് അതിനകത്ത് മെൻഷൻ ബട്ടൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ നിയമം ഈ ഒരു ഇല്ലീഗൽ എന്ന് പറയുന്ന ഇല്ലീഗൽ എന്ന് ഞാൻ പറയുന്നില്ല, ഇല്ലീഗൽ എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞ ഒരു സാധനം സോഡോമി എന്ന് പറയുന്ന പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം ബംഗാളിലുടനീളം ഉണ്ട് എന്ന് അവിടുത്തെ ബ്രിട്ടീഷുകാർ തിരിച്ചറിയുകയും അതിനെതിരെ നിയമം വേണമെന്ന് വിക്ടോറിയ രാജ്ഞിക്ക് എഴുതുകയാണ്. അപ്പോഴാണ് അവിടെ ഇന്ത്യക്കാരനായ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബംഗാൾ പ്രോവിൻസ് മുഴുവനും ജയിലാക്കേണ്ടി വരും. അതായത് ഇത് ഇന്ത്യയിലെന്നല്ല ലോകത്ത് മുഴുവനും ഉണ്ടായിരുന്ന ചില ബന്ധങ്ങൾ തന്നെയാണ്. ഈ ബട്ടൺ വീണ്ടും ഇത് ഇന്ത്യ വിട്ട് മറ്റ് ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു. അവിടെയെല്ലാം ഇദ്ദേഹം കണ്ടെത്തിയ ബന്ധങ്ങൾ ഇതാണ്. ഇതിനെതിരെ എല്ലാം ഒരു നിയമം കൊണ്ടുവരുന്നതാണ് നമ്മൾ 377 ആയിട്ട്. അതായത് പറഞ്ഞു വന്ന ഇതാണ്, വളരെ നോർമലായിട്ട് വളരെ നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചുപോയ ചില ബന്ധങ്ങളെ എങ്ങനെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വിരുദ്ധമായത്, നിയമത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്, ഒരു അബ്നോർമലാക്കി മാറ്റപ്പെടുന്നത്. ഇതിങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആധുനികത എന്ന് പറയുന്നത് പോലും ഈ പറഞ്ഞ കൊളോണിയലിൻ്റെ ബാക്കിപത്രമാണ്.
നമ്മൾ എത്ര വർഷമെടുത്തു, സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷമെടുത്തു നമുക്ക് ഒരുപക്ഷെ ഇത് നിയമവിരുദ്ധമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് വളരെ സട്ടിലായിട്ട് സമൂഹത്തിൻ്റെ അടിത്തറയിൽ പല ഭാഗങ്ങളായിട്ട് വന്നാൽ മാത്രം ഒരുപക്ഷെ നമുക്ക് ഈ സ്റ്റേറ്റ് എടുക്കുന്ന പല പൊസിഷൻസ് നമുക്കിന്നെ മാറ്റാനും ഒരുപക്ഷെ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ തെരുവോരങ്ങൾ, നമ്മുടെ തെരുവോരങ്ങൾ എപ്പോഴും പാട്രിയാർക്കലാണ്. പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷന് വേണ്ടിയുള്ള മേൽക്കോയ്മ സൃഷ്ടിക്കുന്ന, കുടുംബത്തിൽ നിന്ന് പുറത്തു വരുന്ന ആണുങ്ങൾ വിഹരിക്കുന്ന ഒരിടമാണ്. ഇവിടെ നിന്ന് സ്ത്രീക്കും പുരുഷനല്ലാതെ മറ്റൊരു ലൈംഗിക ശേഷിയുള്ള ആർക്കും പ്രവേശനമില്ല എന്ന് മാത്രമല്ല അവിടെ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുരുഷൻ ആധിപത്യം പുലർത്തുന്ന തെരുവോരങ്ങളിൽ നിന്ന് പുരുഷാധിപത്യ ചിന്ത മാറണം. ഇതിങ്ങനെ മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായും മറ്റ് ലൈംഗിക കഴിവുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഹെറ്ററോനോർമേറ്റിവിറ്റി സംസാരിക്കുമ്പോഴും തെരുവോരങ്ങൾ ഒരിക്കലും ഒരു വൈകുന്നേരങ്ങളിലോ രാത്രിക്കോ സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഹെറ്ററോനോർമേറ്റിവിറ്റിയുടെ ഇൻ്റഗ്രേറ്റഡ് പാർട്ടായ സ്ത്രീയെ പോലും തെരുവോരങ്ങളിൽ നേരിടുന്ന പുരുഷന്മാർക്ക് എങ്ങനെയായിരിക്കും സ്വാഭാവികമായി ഭിന്ന ലൈംഗിക ശേഷിയുള്ളവരെ സ്വീകരിക്കാൻ പറ്റുക? അങ്ങനെ നമ്മുടെ തെരുവോരങ്ങളും മാറുമ്പോൾ മാത്രമേ ഒരുപക്ഷെ നമ്മുടെ സ്റ്റേറ്റ് എടുക്കുന്ന നിയമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പറയാൻ പോകുന്ന കുടുംബത്തിൽ നിന്ന് പുറത്തു വരുന്ന ആണുങ്ങളും ചെയ്യുന്ന ഒരു നെറികേട് നമുക്കത് മാറ്റിപ്പിടിക്കാൻ പറ്റൂ എന്നുള്ളത് തോന്നും. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ഒരു പ്രത്യേക കാറ്റഗറീസ് നമ്മൾ ഉണ്ടാക്കുന്നു. ഈ കാറ്റഗറീസ് തന്നെയാണ് തെരുവോരങ്ങൾ നമ്മൾ കാണുന്നത്. അതായത് സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ മാത്രം കാറ്റഗറി തെരുവോരങ്ങൾ കാണുന്നു. ഇവിടെ ഒരു സ്ത്രീക്കോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള LGBT കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് പ്രവേശനമില്ല എന്ന് മാത്രമല്ല അവർക്ക് അവിടെയുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്യുന്നു. കുറച്ചുകൂടി താഴ്ന്നു വന്നേ, സ്ട്രീറ്റിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറാം. വീട്ടിലാണെങ്കിലോ ഈ പറഞ്ഞ എല്ലാത്തര വിരുദ്ധതയുടെയും ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരിടമായി നമ്മുടെ കുടുംബം മാറുന്നുണ്ട്. സ്ത്രീയെയും പുരുഷനെയും മാത്രം അംഗീകരിക്കുന്ന, സ്വന്തം കുടുംബത്തിൽ രക്തബന്ധത്തിൽപ്പെട്ട ഒരാളാണ് ഭിന്ന ലൈംഗിക ശേഷിയുള്ളതാണെന്ന് തിരിച്ചറിയുന്ന മുഹൂർത്തത്തിൽ പോലും മാറ്റി നിർത്താൻ ഒറ്റക്കെട്ടായി ഇറങ്ങി പുറപ്പെടുന്ന കുടുംബ ബന്ധങ്ങളാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ കുടുംബ ബന്ധം എന്തുകൊണ്ടിങ്ങനെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപാദന വ്യവഹാര പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഉൽപാദന ശേഷിയില്ലാത്തവരെ നമുക്കറിയാം, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിക്കാൻ ശേഷിയില്ലാത്തവരെ പോലും കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെ സ്വാഭാവികമായും ഉൽപാദന പരത അല്ലാന്ന് എന്ന് നിർവചിക്കപ്പെട്ടു വെച്ചിട്ടുള്ള ഭിന്നശേഷിക്കാരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ സംജാതമാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അപരവൽക്കരിക്കപ്പെടുന്ന വ്യക്തിയുടെ ശരീരം, വ്യക്തിയുടെ ലൈംഗികത, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ധാർമ്മികത, ഇവരെ മാറ്റി നിർത്താൻ പറ്റുന്ന ധാർമ്മികത കുടുംബത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അത് തെരുവിലേക്ക് വലിച്ച് എറിയപ്പെട്ട് അത് സ്റ്റേറ്റിൻ്റെ നിയമങ്ങളായിട്ട് വരുന്ന ഒരു സാഹചര്യം മാറിയാൽ മാത്രമേ ഒരുപക്ഷെ നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് പോലെ ജനായത്തപരമായ, ആധിപത്യത്തിന് ഒരു പ്രശ്നമുണ്ട്, ജനായത്തപരമായ എല്ലാ ഭിന്നതയും അംഗീകരിക്കുന്ന ഒരു സ്പേസ് നമുക്കുണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ ഈ വൈവിധ്യത്തെ അംഗീകരിക്കാനുള്ള മനസ്സ് പുരുഷാധിപത്യ സമൂഹത്തിൽ മാറണം എന്നുള്ളതാണ് ഒരുപക്ഷെ ഗവേഷണത്തിലൂടെ എനിക്ക് കാണാൻ സാധിച്ചത്. അടുത്തത് ഉനൈസിനോടാണ്. ജിജോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതണ്ടായി 5 വർഷവും പിന്നെ 10-ലധികം വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം തൻ്റെ ഈ പറയുന്ന ലൈംഗിക തെരഞ്ഞെടുപ്പ് കുടുംബത്തിൽ അംഗീകരിപ്പിക്കുന്നതും അത് തുറന്ന് പറയാനൊക്കെ ഉള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹം പറയണ്ടായി. അദ്ദേഹം സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമാണ് അത് പുറത്ത് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള വിദ്യാർത്ഥിയായ ഉനൈസ്, അദ്ദേഹം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത്, അഥവാ അങ്ങനെ തുറന്നു പറച്ചിൽ നടത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് ഇപ്പോൾ ജിജോ സ്ഥാപകാംഗമായ ക്വേറള പോലെയുള്ള ക്യൂർ പ്രൈഡ് പോലെയുള്ള ഗ്രൂപ്പുകളാണ്. അപ്പം അത്തരത്തിലുള്ള സംഘങ്ങൾ എങ്ങനെയാണ് ഈ തരത്തിൽ പുറത്ത് വരുന്ന ആളുകൾക്ക് ഒരു സപ്പോർട്ടായി നിൽക്കുന്നത്? 2, അങ്ങനെ പുറത്തു വന്നപ്പോൾ തുറന്നു പറഞ്ഞപ്പോൾ എന്തായിരുന്നു അതിൻ്റെ സാമൂഹ്യ പ്രതികരണം? ഓക്കെ,
സ്വർഗപ്രണയായ ഏതൊരു വ്യക്തിക്കും ആദ്യം അനുഭവപ്പെടുക അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ ലോകത്ത്, വേറെ ആരുമില്ല. കാരണം നമ്മുടെ പരിസരങ്ങളിൽ, ക്ലാസ് മുറികളിലാവട്ടെ, നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ ആവട്ടെ, കൂട്ടുകാർക്കിടയിലാവട്ടെ, ആ കൂട്ടുകാർക്കിടയിൽ കടന്നു വരുന്ന സ്വാഭാവിക സംഭാഷണങ്ങളിലാവട്ടെ, അപ്പം അവിടെ എല്ലാം മനസ്സിലാവുന്നുണ്ട് മറ്റുള്ളവരൊക്കെ എന്തോ വ്യത്യസ്തരാണ്, എല്ലാവരും ഒരേപോലെയാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ വ്യത്യസ്തൻ, അങ്ങനെ ഒരു ഫീലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈംഗിക അഭിരുചി ആരോടും തുറന്നു പറയത്തൊന്നുമില്ല. ഞാൻ ഒരു സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടിയത് ഫേസ്ബുക്കിലൂടെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ക്യൂർല ജിജോ സ്ഥാപിച്ച ക്യൂർല ഓർഗനൈസേഷൻ്റെ ഒരു പേജിലൂടെയാണ്. ആ ഒരു പേജിലേക്ക് എൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഞാൻ മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജിജോ എന്നെ പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്ത് ഒരു സപ്പോർട്ട് തരികയാണ് ചെയ്തത്. ഇപ്പോൾ ഞാനൊരു ക്യൂറായിട്ട് വിസിബിളായിട്ട് നിൽക്കുന്നത് കൊണ്ട് ക്യൂറായിട്ടുള്ള പല വ്യക്തികളും കച്ചിത്തുരുമ്പായിട്ട് കാണുന്നത് ഇപ്പം എന്നെയാണ്. അവരാദ്യമായിട്ട് അസ്തിത്വം തുറന്ന് പറയുന്ന പലരും എന്നോട് വന്ന് തുറന്ന് പറയാറുണ്ട്. ഒരു കുടുംബബന്ധം പോലെ നിലനിർത്തുന്ന ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പം അങ്ങനെ ഉണ്ട്. പലരും പറയാറുണ്ട്, എന്നെ കണ്ടുമുട്ടിയില്ല എങ്കിൽ പറയാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്ത് പോയേനെ, ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിന് PhD അഡ്മിഷൻ കിട്ടി ബെൽജിയത്തിൽ. അപ്പം അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാണ്, നിന്നോട് ഇങ്ങനെ ഞാൻ കമ്മിങ് ഔട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ കോമ സ്റ്റേജിലായിപ്പോനെ. ഇങ്ങനെയൊക്കെ അവർ പറയുമ്പം നല്ല സന്തോഷം തോന്നാറുണ്ട്, ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ടുണ്ടായിട്ടുള്ളത്, നാട്ടിൽ പോപ്പുലർ ഫ്രണ്ട് അനുഭാവിയായിട്ടുള്ള ഒരാൾ ഞാൻ ഒരു ഓൺലൈൻ മീഡിയയിൽ എഴുതിയ ലേഖനം നാട്ടിൽ ഇത്രയും പ്രചരിപ്പിക്കുകയും ഞാൻ പ്രൈഡിൽ ഒരു ട്രാൻസ് സ്ത്രീയോടൊപ്പം നിന്നെടുത്ത ഫോട്ടോ നാട്ടിൽ ഇത്രയും പ്രചരിപ്പിക്കുകയും അവിടെ വർക്കായത് ട്രാൻസ്ഫോബിയ പ്ലസ് ഹോമോഫോബിയ എന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വയസ്സായ ഉമ്മുമായും ഉപ്പുപ്പായും വിളിച്ചു ചേർത്ത് ചോദിക്കുകയാണ്, നീ ഏത് ഗ്രൂപ്പിലാണ് അപ്പം ചേർന്നിരിക്കുന്നത്, സംഘത്തിലാണ് ചേർന്നിരിക്കുന്നത്. അങ്ങനെ നിരന്തരം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, കളിയാക്കൽ, പരിഹാസങ്ങൾ, അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു അങ്ങനെ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. അതൊരു ചർച്ചാ വിഷയമായത് ഹാദിയ വീട്ടുതടങ്കലിൽ കഴിയുന്ന സമയത്ത്. ഹാദിയയുടെ മനുഷ്യാവകാശത്തിന് നിലകൊള്ളുന്നത് പോപ്പുലർ ഫ്രണ്ട് അനുഭാവിയായിട്ടുള്ള ഒരാൾ ഇവിടെ എനിക്കെതിരെ ഇവിടെ ഇങ്ങനെ നടത്തുന്നു. പക്ഷേ ഞാൻ അപ്പോൾ ആ ഒരു വിഷയം ചർച്ചയായപ്പോൾ ഇതിൻ്റെ ഏറ്റവും തട്ടിലുള്ള ആളുകൾ മുതൽ അന്ന് SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ഒരാൾ വരെ എന്നെ വിളിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഇതുപോലല്ല, വിചാരിക്കുന്ന പോലെയല്ല, വലിയ നല്ല സംഘടന, ഇതാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ്, അവരൊരിക്കലും ദ്രോഹിക്കത്തില്ല, ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ ഒരു പ്രസ്താവനയുമായി കൂട്ടിക്കെട്ടരുതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ പറയേണ്ടതില്ലെന്ന്. പക്ഷേ ഇപ്പോൾ 377മായി വിധി വന്ന സമയത്ത് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ സ്ഥിരം വാർപ്പ് മാതൃകകളായ കുടുംബ ബന്ധത്തെ തകർക്കുന്നു, ഇതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തീർത്തും കുറ്റബോധം ഇപ്പം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ആ സംഘടനയെ ഒരു വ്യക്തി ചെയ്ത തെറ്റാണ്, സംഘടനയെ പഴി ചാരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞതിൽ ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് സമയം പരിമിതമാണ്. എന്നാലും 1-2 ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ട് സദസ്സിൻ്റെ ചില ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അടുത്ത ശീതൽ ശ്യാമിനോടാണ്. ചുരുക്കി ഉത്തരം പറയണേ. 15 കൊല്ലമായിട്ട് ശീതൽ ശ്യാം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ 15 വർഷത്തെ ഒരു നിരന്തരമായിട്ട് നമ്മൾ ശീതലിനെ തന്നെ നിരവധി വേദികൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ രംഗത്ത് വന്നിട്ടുള്ള മാറ്റം, ചുരുങ്ങിയ വാക്കുകളിൽ? ഒന്ന്, ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു വലിയൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഓരോ ട്രാൻസ് പേഴ്സണെ കേൾക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വ്യക്തിത്വം, ഒരു അതിജീവനത്തിൻ്റെ വ്യക്തിത്വങ്ങളായിട്ടുള്ള മോഡൽസാണ് ഇവിടെയുള്ള എല്ലാവരും. അപ്പോൾ അവർ ഇവിടെ വന്നിരുന്ന് പൊതുജനങ്ങളോട് പറയുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അതിന് വളരെ കാലം എടുക്കേണ്ടി വന്നു. ഞാനിങ്ങനെ ഒരാളാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇതാണെന്ന് പറയാനായിട്ട്.
അപ്പോൾ ഒരു കാലത്ത് മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം വളരെ മോശക്കാരെന്ന് എഴുതിയിരുന്ന അതേ സമൂഹത്തിൽ ഇന്ന് മാധ്യമങ്ങളിൽ കോളം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ ന്യൂസ് റീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ സിനിമകളിലും സാഹിത്യ മേഖലകളിലും രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ തന്നെ അവരുടെ ഒരു ഇൻക്ലൂസീവ് വന്നിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം നമ്മുടെ പല ക്യാമ്പസുകൾ എടുക്കുകയാണെങ്കിലും പലതും ഇപ്പോൾ LGBT ഫ്രണ്ട്ലി ഒക്കെ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് വുമൺ ഫ്രണ്ട്ലി ആക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു വിസിബിലിറ്റി നമ്മൾ കൃത്യമായിട്ട് അംഗീകരിക്കുന്നു, അവരെ കേൾക്കുന്നു, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സ്റ്റേറ്റും സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൃത്യമായിട്ട് അളക്കുന്നു, സംസാരിക്കുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു, സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ്, സാമൂഹ്യ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം ഒരു ലെസ്ബിയൻ എന്നോ ഒരു ഗേ എന്നോ ഒരു ബൈസെക്ഷൽ എന്നോ പറയുമ്പോൾ അവർ ന്യൂനപക്ഷങ്ങളാണെന്ന് പറയുന്ന രണ്ട് തരം തട്ടാണുള്ളത്. ബേസിക്കലി നമ്മുടെ ലൈംഗികതയെക്കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ലോകത്തിൻ്റെ എല്ലായിടത്തുമുള്ള ലൈംഗികതയെക്കുറിച്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ 98% ബൈസെക്ഷൽസും ആണ്. പുരുഷനോടും സ്ത്രീയോടും ട്രാൻസിനോടൊക്കെ താല്പര്യമുള്ള വ്യക്തികളാണ്. അപ്പം നമ്മൾ ഒരിക്കലും ന്യൂനപക്ഷമല്ല, ഭൂരിപക്ഷമാണ് അവിടെ. അതുകൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷം എന്നുള്ള ഒരു പദത്തിനോട് ഒരിക്കലും യോജിപ്പില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ലോകത്തിൻ്റെ പലയിടത്തുമുണ്ട്. അതൊരു എന്താ പറയുക, വ്യത്യസ്തതകൾ അംഗീകരിക്കുന്ന ഒരു സ്ഥലമാകുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് പലയിടത്തും ഉണ്ടാക്കപ്പെടുന്നുണ്ടെന്നുള്ളതും വളരെ നല്ല കാര്യമാണ്. പക്ഷെ ബേസിക്കലി എനിക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പല കുടുംബങ്ങളിലും ഫാമിലി സിസ്റ്റത്തിൽ പോലും അച്ഛനെ അടിമ അല്ലെങ്കിൽ അച്ഛൻ അടിമയാക്കുന്ന അമ്മയുള്ള കുടുംബമാണ്, പെങ്ങളെ അടിമയാക്കുന്ന കുടുംബം ഉള്ള സ്ഥലമാണ്, കൂട്ടുകാരിയെ അടിമയാക്കുന്ന സ്ഥലമുള്ളതാണ് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം അതിൽ നിന്നൊന്നും വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. ആരാൻ്റെ പെങ്ങള് എങ്ങനെ പോകുമ്പോഴും നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പക്ഷെ സ്വന്തം പെങ്ങൾ പോകുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻറ്റും വളരെ എന്താ പറയുക, വളരെ കൃത്യമായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ബോധങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്നുള്ളത് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഒരു പുരുഷ വിരോധിയല്ല. എനിക്ക് ധാരാളം ആൺസുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും ഞാൻ നിൽക്കുന്ന ഇടത്തിൽ എനിക്ക് ബഹുമാനവും എൻ്റെ ഐഡൻറ്റിറ്റിയോട് വളരെ റെസ്പെക്റ്റും തരുന്ന പല പുരുഷ സുഹൃത്തുക്കളും സുഹൃത്തുക്കളും എനിക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ത്രീയുടെ അടുത്തും പെൺകുട്ടിയുടെ അടുത്തും ഒരു ട്രാൻസ്പേഴ്സൻ്റെ അടുത്തും കാണിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബോധം അത് ശരിയല്ല. അത് പലപ്പോഴും അവരുടെ ചിന്താഗതിയെയും അറിവില്ലായ്മയൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ശരിയായത് എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട്ലി സിസ്റ്റം തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ നിയമ സംവിധാനത്തോടും പറയാനുള്ളത്, ഞാനൊരു തേർഡ് ജെൻഡർ അല്ല, ഞാനൊരു മൂന്നാലിംഗക്കാരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് എനിക്കിവിടെ പ്രൂവ് ചെയ്ത് കാണിക്കണം, രണ്ടാം നിൽക്കുന്ന ആരാന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. കാരണം ആസ് എ പേഴ്സൺ ഐ എം എ മാസ്കുലിൻ, ഐ എം എ ഫെമിനൈൻ. ഞാൻ ആണും പെണ്ണും ചേർന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെക്കാളൊക്കെ മുകളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എന്നെ മൂന്നാം സ്ഥാനത്തൊന്നും നിർത്താനുള്ള അർഹത സുപ്രീം കോടതിക്കും ഇല്ല, ആർക്കും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ആസ് എ പേഴ്സൺ മൈ ടാലൻറ്റ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് എക്സ്പ്രഷൻ എല്ലാം ഞാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. അത് ഞാൻ തന്നെയാണ്. താങ്ക് യു. അടുത്ത ബിജു വിൻസെൻ്റാണ്. വളരെ ചുരുക്കി പറയണം, പ്രേക്ഷകർക്കുള്ള സമയം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 വാക്യങ്ങളിൽ ഈ എത്രമാത്രം ഹെട്രോ നോർമേറ്റീവാണ് നമ്മുടെ സമൂഹം, അതിൻ്റെ ആധിപത്യം വളരെ പ്രകടമാണ്. പക്ഷെ അതിന് നമ്മൾ എന്ത് തരം പരിഹാരങ്ങളാണ് അതിന് സാധിക്കുക? ചുരുക്കി ഒരു 3-4 വാക്യത്തിൽ പറയണം. സമൂഹ നിർമ്മിതിയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഹെട്രോ നോർമേറ്റിവിറ്റിയാണ്. അതായത് ഭിന്ന ലൈംഗികതയോടുള്ള നമ്മുടെ ആകർഷണത്തെ അതാണ് ഐഡിയൽ എന്നും അതാണ് നോർമൽ എന്നും നമ്മൾ വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നം. ആ വിചാരത്തെ പുനർവിചിന്തനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഹെട്രോ നോർമേറ്റിവിറ്റിയിലെ
അതാണ് ഐഡിയൽ എന്നും ഇത് മാത്രമേ പാടുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് സ്വാഭാവികമായി മാറും. ഒരുപക്ഷെ ജിജോയുടെ മുമ്പ് ഒരു ഡിസ്കഷനിൽ ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നപ്പോൾ ജിജോ പറഞ്ഞത്, പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക പ്രണയം, രണ്ടുപേർ തമ്മിൽ പ്രണയം ഉണ്ടെങ്കിൽ അത് അവനും അവളും തമ്മിലായിരിക്കും. ഇതാണ് നമ്മുടെ ചിന്തയിൽ മാറേണ്ടത്. പ്രണയം ആര് തമ്മിലും ആകാം. ആണിന് ആണിനോട് പ്രണയം ഉണ്ടാകാം, പെണ്ണിന് പെണ്ണിനോടും ഉണ്ടാകാം. അപ്പോൾ ഈ ചിന്ത വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിനൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ശരി തെറ്റുകളില്ല. ഈ ശരി തെറ്റുകളിൽ നിന്ന് ബൈനറിക്കകത്തേക്ക് നമ്മൾ ചുരുങ്ങുമ്പോഴാണ് ശരി തെറ്റ്, ആണ് പെണ്ണ്, കുറ്റം ശിക്ഷ ഇതിലേക്ക് നമ്മൾ ചുരുങ്ങുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഈ ശരി തെറ്റ് ആരും നമ്മൾ സമൂഹത്തിൽ ഏറ്റവും നല്ല ശരിയായിട്ടോ ഏറ്റവും നല്ല തെറ്റായിട്ടോ ജീവിക്കുന്നില്ല. പക്ഷെ നമ്മൾ രണ്ടും ആഗ്രഹിക്കുക ശരി തെറ്റുകളാണ്. പക്ഷെ നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിനിടയിലാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വൈവിധ്യങ്ങൾ അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും സാധിക്കും. ഇത് ഓഡിയൻസിലേക്ക് മൈക്ക് കൈമാറുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം ജിജോവിനോട്. ജിജോ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം പിന്നെ ആ രീതിയിലുള്ള അനുഭവം എന്താണ് ശരിക്കും ഈ ഉനൈസിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ രംഗത്ത് ആദ്യമായിട്ട് ഈ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി വരുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ജിജോ മനസ്സിലാക്കുന്നത്? 2, ലെസ്ബിയൻ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? വളരെ ചുരുക്കത്തിൽ. ജിജോയ്ക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല ഏട്ടാ, ജിജോയും ചെറുപ്പം തന്നെയാണ്. ലെസ്ബിയൻ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ സംഘാടകർ ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള നമ്മൾ 1-2 പേരുടെ പേര് നിർദ്ദേശിച്ചിരുന്നു, അവർക്ക് പല കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പക്ഷേ പറയാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ LGBT മൂവ്മെൻ്റ് ചരിത്രമല്ലേ, LGBT മൂവ്മെൻറ്റ് തന്നെ ആത്മഹത്യ ചെയ്ത കുറച്ച് ലെസ്ബിയൻ സ്ത്രീകളോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് സഹയാത്രിക നടത്തിയ രേഷ്മ ഭരദ്വാജും ദീപാ വാസുദേവനും ഒക്കെ നടത്തിയൊരു പഠനത്തിന് ഫലമായിട്ട് ഐക്യരാഷ്ട്രസഭ വരെ പോയൊരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് നളിനി ജമീലിനെ പോലുള്ള വളരെ ആരാധന ആളുകൾ ലൈംഗിക തൊഴിലോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മൂവ്മെൻറ്റ് തുടങ്ങി. അതാണ് ഇവിടുത്തെ കേരളത്തിലെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷം 3 വർഷം മുമ്പ് ഞങ്ങൾ നമ്മുടെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം സ്വർഗാനുരാഗിയായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം സ്വർഗാനുരാഗിയാണെന്ന് അദ്ദേഹത്തിന് പങ്കാളിക്കും നമ്മൾ കുറച്ച് പേർക്കും മാത്രമേ അറിയത്തുള്ളൂ. നമ്മളതിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ള അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കൊക്കെ അറിയാം. അവിടെ അമ്മ നെഞ്ചത്തടിച്ചു ഞങ്ങളോട് ചോദിച്ചു, മോൻ ഇവൻ എന്തിനാ ചെയ്തതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പക്ഷേ ഇത്രയും വിഷമം വരത്തില്ലായിരുന്നുള്ളൂ. അപ്പം അവിടെ ഞങ്ങൾക്ക് ഉത്തരമില്ലാതായി പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഒരേ സമയം ലൈംഗികതയുടെയും ജെൻഡറിൻ്റെയും ഐഡൻറ്റിറ്റി സ്വകാര്യമായിട്ടിരിക്കുന്ന ഒരു കാര്യമാവുമ്പം തന്നെ ഈ സ്വകാര്യത ആൾക്കാർക്കൊരു പ്രശ്നമാവുകയാണ്. ഒരു രീതിയിലും തുറന്നു പറയാൻ ഇപ്പം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 18 വർഷത്തോളം ഞാൻ ഒരു 11 വയസ്സ് തൊട്ട് 29 വയസ്സ് കിഷോർ കുമാർ തൃശ്ശൂർ ഒരു പ്രൈഡിൽ പങ്കെടുത്ത ഒരു പടം കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തത്. അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഒറ്റയ്ക്കല്ല, ഉണ്ട് എന്ന് ഏതൊക്കെ തലങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ തലങ്ങൾ അവതരിപ്പിക്കാനാണ് നമ്മൾ ശ്രമം നടത്തുന്നത്. ഇപ്പം നമ്മളൊരു പൊതുവിടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും സാഹിത്യത്തിൽ ഇതില്ല, അങ്ങനെ സാഹിത്യ കൃതികൾ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. ഒരു പക്ഷേ കേരളത്തിലെ LGBT മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിൽ ഇല്ലാതിരുന്ന ശാസ്ത്രീയ വിശദീകരണങ്ങൾ വരെ ഇപ്പം ലഭ്യമാണ്. ഡോക്ടർമാർ പറയുകയാണ് ഇത് ശാസ്ത്രീയമാണല്ലോ ഞങ്ങൾക്കറിയത്തില്ല. കാരണം 370 ബന്ധപ്പെട്ട വിധി ജോൺ ബ്രിട്ടാസിൻ്റെ ചർച്ച വളരെ പൊട്ട ചർച്ചയായിരുന്നു. അദ്ദേഹത്തെ പിടിക്കുകയാണെങ്കിൽ 2 തല്ല് കൊടുക്കും. കാരണം അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനൊരു ഇപ്പം ലൈംഗികതയുടെ വ്യത്യസ്തത അല്ലെ ജാതി സംവരണം വേണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സംവരണം കൂടുതൽ പ്രാവർത്തികമായിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം 377 വിധി ശരിയാണോ തെറ്റാണോ, സ്വർഗ്ഗലൈംഗികത തെറ്റാണോ ശരി ചോദ്യത്തിന് പ്രസക്തിയില്ല. ആ വിഷയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പം ശാസ്ത്രീയ വിശദീകരണം ഇല്ല കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട്. മാതാപിതാക്കളോട് സംസാരിക്കുമ്പം ഇതൊരു സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ്, അല്ലെ തിരഞ്ഞെടുപ്പ് മാത്രമാണ്, ഒരു പെട്ടെന്നൊരു ദിവസം മദ്യം കുടിച്ചു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മദ്യം കുടിച്ചേക്കാം എന്ന് പറയുന്നൊരു കാര്യമാണെന്ന് പറയുന്ന മലയാളി മാതാപിതാക്കൾക്കിടയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എറണാകുളത്ത് ഒരു കമ്മ്യൂണിറ്റി ഹോം ഉണ്ട്. അവിടെ നടത്തിയ ആദ്യത്തെ പരിപാടി LGBT ആൾക്കാരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എടുത്തൊരുങ്ങി. അധികം സംസാരിച്ചില്ല, എല്ലാവരും വന്ന് കുറേ കരഞ്ഞിട്ടൊക്കെ പോയി. അപ്പം സ്വർഗാനുരാഗികളെയും LGBT ആളുകളെയും പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളെ പരസ്പരം പരിചയപ്പെടുത്തുക. ടീച്ചർമാരെ ക്ലാസ് റൂമുകൾ ഇപ്പം നമ്മുടെ 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഞങ്ങൾ ഇടുക്കിയിലൊരു കത്തോലിക്ക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ അവിടെ 1098 പ്രവർത്തിക്കുന്ന MSW സ്റ്റുഡൻസിനെ പരിചയം. ഞങ്ങളൊരു ചെറിയ ചോദ്യം ചോദിച്ചു, നിങ്ങളെടുത്തൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയോ ഒരു ലെസ്ബിയൻ സ്ത്രീയോ ഗേ ആളോ ഒരു എൻക്വയറി ആയിട്ടൊരു കുട്ടി വീട്ടുകാരത് വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഞങ്ങൾ ശരിയാക്കി കൊടുക്കാമെന്നാണ് അവരുടെ പ്രതികരണം. അപ്പോൾ ആ ശരിയാക്കി കൊടുക്കുക എന്നോട് അവരുടെ പരിശീലനത്തിൽ നിന്ന് കിട്ടിയത്. അത് മാറ്റേണ്ടത് നമുക്ക് 1098 സിസ്റ്റത്തിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മാനസികാരോഗ്യ നയം കേരളത്തിലെ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ നിലപാട് എന്താണ്? അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ അപ്പം അവർക്കിത് ചെയ്യേണ്ട കണക്കുകൾ വേണം. നമ്മൾ ചെറിയ കണക്കുകൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം നമുക്ക് ധാരാളം അപ്പം സഹയാത്രികയുണ്ട്, ക്യൂർ പ്രൈഡ് കേരളം ഗ്രൂപ്പുണ്ട്, ക്യൂറിതമുണ്ട്,
ധാരാളം ഗ്രൂപ്പുകളുണ്ട്, ശ്രീധരനിലൊക്കെ ദ്വയുണ്ട്. ഇവരെല്ലാവരെയും ചെയ്യുന്നത് ഇവരുടെ സാംസ്കാരികമായ മുന്നേറ്റത്തോടൊപ്പം തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ആ കണക്ഷൻ ഉണ്ടാക്കുകയാണ്. കാരണം ആളുകൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളെപ്പോലെ വേറെ ആളുകളൊന്നും ഉണ്ടായിരിക്കണമല്ലോ. എനിക്കൊരു ചോദ്യം കിട്ടിയിട്ടുണ്ട്, വളരെ വിചിത്രമായ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: LGBT ആളുകളോട് 40 കൊല്ലം മുമ്പ് മലയാളി പൊതുസമൂഹത്തിന് സമീപം എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു LGBT എന്ന സത്വം, ഞാൻ പറഞ്ഞത് കരുതുന്നത് നവീനമായ ഒരു സ്വത്ത് രാഷ്ട്രീയമാണ്. അപ്പം 40 കൊല്ലം മുമ്പ്, ഇപ്പം ഞാനൊരു 50 വർഷം മുമ്പ് 35 വയസ്സുള്ള ആളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സ്വർഗാൻ്റെ ആക്കുന്നത് തിരിച്ചറിയത്തില്ലായിരുന്നു. ഒരുപക്ഷെ 40 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നതെങ്കിൽ കൂടുതൽ സ്വർഗാൻ്റകൾ കാണും. അപ്പം 40 വർഷം മുമ്പ് മലയാളി പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ചൊരു പരിചിതമായുള്ള വിഷയം ആയിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് അത് സമീപനം എങ്ങനെ ആയിരിക്കും പറയാൻ എനിക്ക് പറ്റില്ല. രണ്ടാമത്തെ ചോദ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ്, പക്ഷേ LGBT ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രായവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ലൈംഗിക തിരഞ്ഞെടുപ്പിന് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ 18 കഴിഞ്ഞ ഒരാൾക്ക് 17 വയസ്സുള്ള ഒരാളോട് തോന്നുന്ന ലൈംഗിക ആഗമന്യത്തെ പറ്റി എന്തു പറയുന്നു? ഇപ്പം ഞാൻ 25 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് 15 വയസ്സുള്ള വ്യക്തിയോട് പ്രണയം തോന്നാം. 10 വർഷം കഴിഞ്ഞ് എനിക്ക് 35 അദ്ദേഹത്തിന് 25 ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിനെ പീഡോഫീലിയായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കുഴപ്പമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് സ്വർഗലൈംഗികത മാനസിക പ്രശ്നമായിട്ട് കണ്ടിരുന്നു, ഇപ്പം മാനസിക പ്രശ്നമല്ലല്ലോ. പീഡോഫീലിയ മാനസിക പ്രശ്നമായിട്ട് കാണുന്നു, ഭാവിയിൽ അത് പ്രശ്നമല്ലാതാവത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു നിർവചനത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞത്. കാരണം നമ്മൾ സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് നിർവചനത്തിന് വലിയ വിശാല അടിസ്ഥാനമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയോട് തോന്നുന്ന ശാരീരിക മാനസിക ലൈംഗിക ആകർഷണം ആ വ്യക്തിയുടെ സെക്സ് ജെൻഡർ എന്താണ് അനുസരിച്ചാണ് നമ്മൾ. ഇപ്പം പീഡോഫീലിയയുടെ ഫാക്ടർ സെക്സോ ജെൻഡറോ അല്ല, ഏജാണ്. അതൊരു പ്രശ്നമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സുപ്രീം കോടതി സമ്മതം എന്നുള്ളൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സമ്മതമില്ലാതെ ഒരു വ്യക്തിയെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്വർഗാൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ സ്വർഗാൻ്റെ ആയതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ തുടയിൽ പിടിക്കാം, തോളത്ത് കൈയിടാം. അപ്പോൾ അവരെന്നോട് പറയും ഇത് ശരിയല്ലെന്ന് പറയുമ്പോൾ മനസ്സിലാക്കി ക്ഷമ ചോദിക്കാൻ എനിക്ക് പറ്റാറുണ്ട്. അതെല്ലാവർക്കും പറ്റണം. അപ്പോൾ കൺസെൻറ്റ് എന്നുള്ള സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മതത്തോടുകൂടിയാണോ, പ്രായപൂർത്തിയാണോ, ഏത് തരത്തിലുള്ള ലൈംഗിക വിനിമയവും സാധ്യമാകുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതിനെ ഞാൻ ഏറ്റുപിടിക്കും. നന്ദി. ഇനി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചുരുക്കി ചോദിക്കണം, മൈക്ക് കൊടുക്കും. എൻ്റെ ഒരു ചോദ്യം എനിക്കുണ്ട്. ശീതൽ ശ്യാം പറഞ്ഞ ആ 3ാം ലിംഗക്കാരി അല്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൊരു നിമിഷമാണ്. എന്തായാലും പക്ഷേ മാഡം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ LGBT മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശീതൽ ശ്യാം പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ കോഴിക്കോട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പരിപാടികൾ LGBT ആയിട്ട് ബന്ധപ്പെട്ട് നടക്കാറുണ്ട്, അതിൽ ഒരുപാട് പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ ഈ പരിപാടി ഇതൊരു പുരോഗമനമായിട്ട് ചർച്ച നടക്കുന്ന ഇടത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ഞാൻ LGBT ആണ് അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള എത്ര പേര് ഇവിടെ വന്ന് ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് നിലനിൽക്കുന്നതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഏത് രീതിയിലാണ് ഇവർക്കിടയിൽ പ്രവർത്തിച്ചു? കഴിഞ്ഞ വർഷം ഇവിടെ വിജയരാജ മല്ലിക വന്നു, വളരെ ഗംഭീരമായിട്ട് അവരോട് സംസാരിച്ചു. ഒരു വിജയരാജ മല്ലികയോ ഒരു ശീതൽ ശ്യാമോ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഇത്തരം സ്പേസിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റാത്തത് പരിമിതിയാണോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഇവിടെ ധാരാളം പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. ഞങ്ങളിവിടെ കമ്മ്യൂണിറ്റി ഇവന്റ് നടത്തുന്ന ഒരു ആൾക്കാരാണ്. കാരണം ഇവിടെ MCF എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, മലബാർ കൾച്ചർ ഫോറം. അപ്പം നമ്മളിവിടെ പുനർജനയുടെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ടൗൺ ഹാളിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മ രാവിലെ തൊട്ട് വൈകിട്ട് 10 മണിക്ക് ശേഷവും ആ കൂട്ടായ്മയുടെ പ്രോഗ്രാം പോയി. പക്ഷെ പോലീസ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി സമയമില്ല, 10 മണിക്ക് ആ പ്രോഗ്രാം അവസാനിപ്പിക്കണം എന്നിട്ട് ബഹളമായി. പക്ഷെ അതിനും പ്രശ്നമായിട്ട് കുറേ പുരുഷന്മാർ അവിടെ വന്ന് കൂടി നമ്മുടെ പ്രോഗ്രാമിൽ നിൽക്കുന്ന, അതായത് ട്രാൻസ് എന്ന് വിസിബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആൾക്കാർ, ട്രാൻസ്ജെൻഡർ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാവുന്ന കുറേ ആൾക്കാരെ അവർ മാനസികമായും ശാരീരികമായും വെർബലി മെൻ്റലി ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ തടയാൻ പോലീസിന് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പകലിറങ്ങിക്കഴിഞ്ഞാൽ അവർ മോശക്കാരും പിടിച്ചുപറിക്കാരും സെക്സ് വർക്കേഴ്സും ബെഗേഴ്സും എന്ന് പറയുന്നത്
പറയുന്ന ഒരു സമൂഹത്തിൽ നിന്നൊന്നും കോഴിക്കോട് ഒട്ടും പുറകിലൊന്നും മുന്നിൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശീതൽ ശ്യാം ആയാലും വിജയരാജ് മല്ലിക ആയാലും ഇന്ന് ട്രെയിനിൽ വരുമ്പോൾ പോലും എനിക്ക് അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടൊന്നല്ല ഞാനിവിടെ കാണുന്നത്. ഇപ്പോൾ മിക്ക ആൾക്കാരും സ്ത്രീകളായാൽ പോലും എന്തുകൊണ്ടാണ് 6 മണി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുന്നത്? ഈ കൺസെന്റ് പേടിച്ചിട്ട് തന്നെയാണ്. സ്വന്തം ശരീരത്തിൽ അനുവാദമില്ലാതെ ഒരാൾ കൈവയ്ക്കുകയോ അല്ലെങ്കിൽ വെർബലി അബ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നതും പേടിച്ചിട്ട് തന്നെയാണ് പലരും ഉള്ളിലേക്ക് പോകുന്നത്. അവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർക്കും നടക്കാൻ ആഗ്രഹമുണ്ട്, അവർക്കും പോകാൻ ആഗ്രഹമുണ്ട്. എൻ്റെ പല പെൺസുഹൃത്തുക്കളും ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാൻ പോലും പോകുന്നത് അന്യ സംസ്ഥാനത്താണ്. ഇവിടെ അത് ഇട്ടാൽ പോലും വളരെ പ്രശ്നമുള്ളതാണ്. ഒരാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമെങ്കിലും പുറമെ കണ്ടു കഴിഞ്ഞാൽ അത് മൂടി വെക്കണമെന്ന് പറയുന്ന ആൺ സഹോദരങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങളെപ്പോലെയുള്ളവർ എങ്ങനെയാണ് പുറത്തേക്ക് വരേണ്ട ഒരു വളരെ അതിജീവിച്ച് തന്നെയാണ് അതിന് കഴിയുള്ളൂ. പിന്നെ നിങ്ങൾക്കിവിടെ ശീതൽ ശ്യാമിനെ കാണുന്ന പോലെ പ്രത്യക്ഷമായിട്ട് ഇതിൽ ആരാണ് ട്രാൻസ്ജെൻഡർ, ആരാണ് ട്രാൻസ്മെൻ, ആരാണ് ട്രാൻസെക്ഷൽ ഒന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത്തരം മേഖലകളിൽ അവർ കൃത്യമായിട്ട് സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. നമ്മുടെ കേരള സർക്കാരിന്റെ കണക്ക് പ്രകാരം 35,000-ഓളം ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും KLF വരാമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അവരെവിടെ ജീവിക്കുന്നു, അവരെന്ത് തൊഴിൽ ചെയ്യുന്നു, അവരെന്ത് സംസ്കാരത്തിൽ ജീവിക്കുന്നു, അവരെന്ത് വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ളതൊന്നും വലിയ ചർച്ചാ വിഷയമല്ല നമുക്ക് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആ ചോദ്യത്തിനൊരു പ്രതികരണം. ഒന്ന്, നമ്മൾ ജെൻഡറും സെക്ഷുവാലിറ്റിയും കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമുണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മൾ നമ്മുടെ LGBT സുഹൃത്തോട് എപ്പോഴും പറയുന്ന ഇത്തരം വേദികളിൽ പ്രേക്ഷകരായിട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ 50, എനിക്ക് പേഴ്സണലി അറിയാവുന്ന 10ഓളം സ്വർഗാന്റികൾ ഇതിനകത്ത് ഇരിപ്പുന്നുണ്ട്. നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് പെണ്ണുങ്ങളും ആണുങ്ങളും എങ്ങനെയാണ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്നത്? കാരണം നമുക്കൊരാളെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അവകാശമില്ല. അപ്പം നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ജെൻഡറും സെക്ഷുവാലിറ്റിയും കണ്ടാൽ തിരിച്ചറിയുന്ന കാര്യം എന്ന് തോന്നലുണ്ടെങ്കിൽ ആ സുഹൃത്തെ നിങ്ങൾ മാറ്റണം. പെട്ടെന്ന് അടുത്ത ചോദ്യം. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം വളരെയധികം ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെലങ്കാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി ഉണ്ടാവുന്ന ഒരു സ്ഥിതി സാമൂഹ്യമായിട്ടുണ്ടായി. അത്തരത്തിൽ ചില രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വളരെ പുരോഗമനപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവുമ്പോഴും ഇവിടെ എൻ്റെ സുഹൃത്ത് ഉനൈസ് സൂചിപ്പിച്ചു. ഞാൻ മോഡറേറ്ററോടാണ് ഈ ചോദ്യം പറയുന്നത്. അതായത് കേരളത്തിലെയും ഈ രാജ്യത്തെയും വളരെ പിന്തിരിപ്പനായ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ പ്രത്യയശാസ്ത്രപരമായ തലത്തിൽ പോലും അല്ലെങ്കിൽ മതപരമായ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അവരുടെ മതത്തിനകത്ത് പോലും ഒരു പുതിയ ഇൻഫർമേഷനാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം ആളുകളെ വേട്ടയാടാൻ തയ്യാറാവുന്ന ഈ പിന്തിരിപ്പൻ ശക്തികളെ ഇവർ സമൂഹത്തിന്റെ പുരോഗമനപരമായ മുന്നേറ്റത്തിന്റെ വിഘാതമാണ് എന്ന് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാൻ മോഡറേറ്റർ തയ്യാറാവണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഹലോ, ഒരു സെക്കൻഡ്, ഒരു ചോദ്യം. ഹലോ, എന്റെ ചോദ്യം ഉനൈസിനോടാണ്. താങ്കൾ ഒരു വിശ്വാസിയാണെന്ന് പറയുന്നു. ഇസ്ലാമിക വിശ്വാസ പ്രകാരം സുവർഗരഹിതിയെ എങ്ങനെയാണ് ഇസ്ലാമിക പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സുവർഗാനുരാഗിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഉനൈസിന് ഇപ്പം മൈക്ക് കൈമാറാൻ. എനിക്ക് താങ്കൾ ചോദിച്ച ചോദ്യം കൃത്യമായി മനസ്സിലായില്ല. ഒറ്റ കാര്യം പറയാം. അതായത് LGBTIQ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കണം എന്നുള്ളത് ഒരു നിലപാടാണ്, രാഷ്ട്രീയ നിലപാടാണ്, ഒരു ബോധ്യമാണ്, യാതൊരു സംശയമില്ല. ആ ബോധ്യത്തിലേക്ക് തന്നെയാണ് ജനാധിപത്യ നിലപാട് സ്വീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സംഘടനകളും വരേണ്ടത്. സമൂഹം അങ്ങനെ തന്നെ വരേണ്ടത്, അതിലൊരു മാറ്റമില്ല. അങ്ങനെ അല്ലാത്ത പ്രവണതകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യണം. അത് LGBTIQയിൽപ്പെട്ട ആൾക്കാർ ചോദ്യം ചെയ്യട്ടെ എന്നല്ല, മറിച്ച് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ചോദ്യം ചെയ്യേണ്ടതാണ്. ഹലോ, ഒരു സെക്കൻഡ്. ഈ ചോദ്യത്തിനോട് അനുബന്ധമായിട്ട് മറുപടി രണ്ട് ഒന്നുമില്ല. അതായത് ഞാനൊരു കോമൺ ലോജിക്ക് അവതരിപ്പിക്കണേ. അതായത് ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാവുന്ന എന്താ വെച്ചാൽ വിശേഷ ബുദ്ധി നൽകിയുണ്ട്. തെറ്റേത് ശരിയേത് എന്ന് വ്യക്തമാക്കിയിട്ട് ഇഷ്ടമുള്ള ചോയ്സ് ഉണ്ട്. മറിച്ച് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യന്റെ ഒരു നിസ്സഹായത എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. ഒരു പശു കുട്ടിയാണെങ്കിലും ഒരു കോഴിക്കുട്ടിയാണെങ്കിലും അത് വിരിഞ്ഞ ഉടനെ അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ അത് സ്വന്തം ഭക്ഷണം സ്വയം പര്യാപ്തമാണ്, അറിയാലോ, സ്വന്തം അവിടേക്ക് പോകുക അല്ലെങ്കിൽ കൊത്തി തിന്നോളൂ. എന്നാലും മനുഷ്യന്
പിന്നെ സ്വന്തമായിട്ട് എന്താ പറയുക പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് ഏത് സമയം മുതലാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത് ഏകദേശം 4-5 വർഷത്തോളം എൻ്റെ ഫാദർ ഇൻ ലോനെ, അതായത് പിന്നെ അച്ഛയുടെ അച്ഛനെ പിന്നെ പരിചരിച്ച ആളാണ്. അതായത് ഈ ചെറിയ ചുരുക്കി, അതായത് ഞാൻ നേരിട്ട് വരികയാണ്. നമ്മളെ ഈ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ചോദിക്കുകയാണ്, ഈ ചിന്താധാരകളെ ശരിക്കും ഈ ഭൂമിയിൽ 2 വർഗങ്ങളും, ഒന്ന് സ്ത്രീവർഗവും ഒന്ന് പുരുഷവർഗവും, ഈ ഒരു മിനിറ്റ് ബാക്കിയുള്ളത് ഈ 21ാം നൂറ്റാണ്ടിൽ മെഡിക്കൽ സയൻസ് ഇത്ര പിന്നെ വിപുലമായിരിക്കെ ഈ സംഗതി ചികിത്സ കൊണ്ട് ഏതിനാണോ മുൻതൂക്കുന്നത്, ആണോ പെണ്ണോ, അത് നമ്മുടെ ലോകത്തില് വർഗം എന്ന് പറയുന്നത് സയൻസ് കണ്ടെത്തിയിരിക്കുന്ന 45ഓളം ഐഡന്റിറ്റികളാണ്. അതിൽ ആണും പെണ്ണും എന്നുള്ളതല്ല. ആണിന്റെ ശരീരത്തിൽ തന്നെ സ്ത്രീ അവയവങ്ങളും പെണ്ണിന്റെ ശരീരത്തിൽ തന്നെ പുരുഷ അവയവങ്ങളും, ഒരു ശരീരത്തിൽ തന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും അവയവങ്ങളുള്ള മനുഷ്യരുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ജന്തു ജീവി വർഗജാലങ്ങളിൽ തന്നെ വ്യത്യസ്തമുള്ള ആൾക്കാർ തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഐഡന്റിറ്റിയും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ നിങ്ങൾ ഈ പ്രായത്തിലാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലത്തിന് വരെ വ്യത്യാസമുണ്ട്. തിമിംഗലം ഒരു ഉഭയലിംഗ ജീവിയാണ്, മനസ്സിലായോ? അതിന് മുല കൊടുക്കാനും പ്രസവിക്കുവാനും ആർത്തവം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇന്റർസെക്സ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് തിമിംഗലം. അതിനെ പോലെ അംഗീകരിക്കുന്നത് നമുക്ക് മനുഷ്യ ഗുണങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഈ വ്യത്യസ്തതകളെ അംഗീകരിക്കാനുള്ള മാനസിക ബോധമാണ് ഉണ്ടാവേണ്ടത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ചേട്ടൻ്റെ കുഞ്ഞിനെങ്കിലും അത് പകർന്നു കൊടുക്കണം, തെറ്റിദ്ധാരണ മാറിയെങ്കിൽ. ഹലോ, ഓക്കെ, ഒറ്റ മിനിറ്റ്, ഇതിന് മറുപടി പറയട്ടെ. വെയിറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ പടച്ചോൻ്റെ സ്നേഹത്തെ, പടച്ചോൻ്റെ നീതിയെ, പടച്ചോൻ്റെ കാരുണ്യത്തെ എനിക്ക് അളക്കാൻ പറ്റത്തില്ല. പടച്ചോൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഉസ്താദ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾക്കേ ഈമാനുള്ളൂ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. പടച്ചോന്റെ കാരുണ്യത്തെ പറ്റി പടച്ചോൻ പറയുന്നത് നിന്റെ തൊലി നിന്റെ മാംസത്തോട് ശരീരത്തോട് എത്രയധികം ചേർന്നിരിക്കുന്നോ അതിനേക്കാൾ അടുത്തിരിക്കുകയാണ് പടച്ചോന് എന്നോടുള്ള കാരുണ്യം, ഒരു മനുഷ്യനോടുള്ള കാരുണ്യം. അപ്പം എനിക്ക് ആ കാരുണ്യത്തെ പറ്റി അത്ര അടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് കുറേ എണ്ണ ഇവിടെ പറയുന്നത്, ഇവിടെ വെട്ടിക്കൊല്ലുന്ന, സ്വർഗപ്രണയായതിൻ്റെ പേരിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിയുന്ന, ഇത് ഐസിസിന്റെ താലിബാന്റെ ഒരു ചെറിയ വേർഷനാണ്. എന്ന് വെച്ചാൽ പടച്ചോനെ സ്നേഹിക്കാൻ അറിയത്തില്ല, പടച്ചോനെ ഭയക്കുകയാണ് ചെയ്യുന്നത്. പടച്ചോനെ ഭയക്കുന്നവർ ചെയ്യുന്നത് വിമർശനത്തിന്റെ പേരിൽ കൈപ്പത്തി വെട്ടിക്കളയുക, തല വെട്ടുക, കൊല്ലുക, കുത്തുക, കല്ലെറിഞ്ഞു കൊല്ലുക. അതിൻ്റെ ഒരു മൈൽഡ് വേർഷനാണ് ഈ ഒരു ജനാധിപത്യ രാജ്യത്ത്, ഭരണകൂടാനുസൃതമായി മുന്നോട്ട് പോകുന്ന രാജ്യത്ത് പോലും അതിൻ്റെ ഒരു മൈൽഡ് വേർഷനാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ചോദിക്കൂ. നിങ്ങൾ ജെൻഡറിൽ 1ാം സ്ഥാനത്താണ്. ഇവിടെ വിവാഹിതരായ പല പുരുഷന്മാർ, ആണും പെണ്ണും കിട്ടാ പുരുഷന്മാരുണ്ട്. അങ്ങനെ ആണിനും പെണ്ണിനും കെടലില്ല, ആണിനും പെണ്ണിനും കെടലില്ല, ആണും പെണ്ണും കിട്ടാ സ്ത്രീകളുണ്ട്. അങ്ങനെ പറയരുത്, അതൊക്കെ വളരെ വിരുദ്ധമാണ്. ശീതളിനോടാണ് ചോദ്യം. സമയം അതിക്രമിച്ച ഓർഗനൈസേഴ്സ് വളരെ കുറഞ്ഞുള്ളൂ. 2018 സെപ്റ്റംബർ 6 ഈ വിധി വന്നതിന് ശേഷവും ഡിസംബർ മാസത്തിൽ കോഴിക്കോട് നമുക്കൊരു ദുരനുഭവം ഉണ്ടായി. അർച്ചന എന്ന പേരുള്ള ഒരു കുട്ടി ലിംഗമാറ്റം ചെയ്ത് ആണായി ദീപു എന്ന പേര് സ്വീകരിച്ചതിന് ശേഷവും സമൂഹത്തിലുള്ള ഇടപെടൽ കൊണ്ട് ആ കുട്ടിക്ക് കല്യാണം കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ് എതിർലിംഗത്തിൽപ്പെട്ട പെൺകുട്ടി മാറിപ്പോയി, കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ ശീതൾ ആദ്യം പറഞ്ഞ പോലെ കേൾക്കുന്നവരും ബോധവൽക്കപ്പെടുന്നവരും സ്ഥിരമുള്ള ആൾക്കാരാണ്. അതിലുപരിയായിട്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അല്ല, ഞാനൊരു വിഷയം കൂടി പറയാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയമാണ് കൂടുതൽ ഇവിടെ പറയുന്നത്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് 377 ആണ്. അത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്നെക്കാളും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. കാരണം ഗേ ഐഡന്റിറ്റി തുറന്നു പറയുന്നതും ലെസ്ബിയൻ ഐഡന്റിറ്റി തുറന്നു പറയുന്നത് അത്ര ഈസി അല്ല. ഒരു ട്രാൻസ്ജെൻഡറിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹം ഒരു സെക്ഷുവാലിറ്റി ഐഡന്റിറ്റി തുറന്നു പറയുന്ന ഒരു പേഴ്സൺ അംഗീകരിക്കുന്നില്ല. മറ്റൊരു കാര്യം ഞാൻ പറയാം. സേവ് ആലപ്പാടിന് വേണ്ടിയിട്ട് ഇവിടെ പലരും #ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ
ആർത്തവം എന്ന് പറയുന്ന കാര്യത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന വിഷയമാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. വളരെ ലജ്ജിക്കേണ്ടുന്ന ഒരു സമൂഹമാണ് നമ്മുടേതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്ത്രീയുടെ ഒരു സവിശേഷതയെ പോലും അംഗീകരിക്കാത്ത ഒരു കമ്മ്യൂണിറ്റി ഇത്രത്തോളം വളരെ എന്താ പറയുക നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. കാരണം എൻ്റെ ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എൻ്റെ സെമൻ ആയിക്കോട്ടെ, എൻ്റെ സലൈവ ആയിക്കോട്ടെ, എൻ്റെ ഏത് ഫ്ലൂയിഡ് ആയിക്കോട്ടെ, അതിനെ സവിശേഷതയായിട്ട് കാണുന്ന ഞാനാണ്. ആർത്തവം ഇല്ലാത്ത എനിക്ക് പോലും ആർത്തവം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ ആർത്തവത്തെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള സ്ഥലത്ത് അതിനെ മോശമാക്കി പറയുന്ന കുലസ്ത്രീകളുള്ള ഒരു നാട്ടിൽ ഈ അവകാശം എന്ന് വരുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതിന് നിങ്ങൾ കുലപുരുഷന്മാരും കുലപുരുഷന്മാരല്ലാത്തവരും ഒത്തൊരുമിച്ച് #ക്യാമ്പയിൻ തുടങ്ങണം. അതുപോലെ അപ്പം സേവ് ആലപ്പാടിനും # ക്യാമ്പയിൻ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു. ഞാൻ ഒറ്റക്കാരോടെ പറഞ്ഞു നിർത്തുകയാണ്, സമയമായി. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ വളരെ മനോഹരമായി പറയുന്നൊരു കാര്യം ആനന്ദത്തിൻ്റെ രാഷ്ട്രീയം കൂടെ. നമ്മളെല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, താല്പര്യമുണ്ടെങ്കിൽ. അപ്പം ഈ ലൈംഗിക വിനിമയങ്ങൾ എപ്പോഴും അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ പ്രത്യുൽപാദനം നടത്തുന്നില്ലോ അതുകൊണ്ടാണോ നിങ്ങൾ പ്രകൃതിരതരാകുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രത്യുൽപാദനത്തിന് ശേഷം നമ്മളാരും ലൈംഗികത്തിൽ ഏർപ്പെടുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. ആനന്ദത്തിൻ്റെ രാഷ്ട്രീയമാണ്. ലൈംഗിക വിനിമയം പലതരത്തിലാവാം. ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഭരണഘടന പോയി വായിക്കൂ, സുപ്രീം കോടതിയുടെ വിധി വായിക്കൂ, എന്നിട്ട് ഈ ചോദ്യം കൊണ്ടുവരും. ഞാൻ പറയുന്നത് ലജിക്കണം. ഫക്ക് ഹെറ്ററോനോർമേറ്റിവിറ്റി. താങ്ക് യു.